ओम शांति। सब अच्छे हैं? तन से मन से सब अच्छे? എല്ലാവരും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ സുഖം നന്നായിരിക്കുന്നില്ലേ? आज क्या सुनेंगे? എന്താ കേൾക്കണ്ടേ? എന്താ കേൾക്കുക? आज मैंने सोचा है कि भगवान को हम साथी कैसे बनाए। ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിനെ എങ്ങനെ നമുക്ക് നമ്മുടെ സുഹൃത്താക്കാം, കൂട്ടുകാരനാക്കാം. ഭഗവാനെ എങ്ങനെ നമുക്ക് സുഹൃത്താക്കാം. सच में भक्ति मार्ग में हम गाते आए, त्वमेव माताश्च पिता त्वमेव बंधुश्च सखा त्वमेव विद्या द्रविणम त्वमेव मम देव देवा। तुम ही माता पिता बंधु गुरु सखा सब कुछ तुम ही हो। हर भाषा में ये गाना हम गाते आए, लेकिन सच में भगवान को सब कुछ मानना, भगवान को सब कुछ मानकर चलना, उसके साथ का अनुभव करना केवल संगम युग में ब्राह्मण बच्चे ही कर सकते हैं. ഭക്തി മാർഗത്തില് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. എല്ലാ ഭാഷകളിലും ഇത് പാടുന്നുണ്ട്. അതായത് ത്വമേവ മാതാച്ച പിതാ ത്വമേവ എന്നുള്ള ആ ഒരു പാട്ട്, അതായത് ഈശ്വരന്റെ ഭഗവാനോട് പറയുകയാണ്, ഈശ്വര നീ എൻ്റെ അമ്മയും അച്ഛനും സഖാവും എല്ലാം തന്നെ നീയാണ് എന്നുള്ള പാട്ട് പാടി വരുന്നുണ്ട്. പക്ഷേ എല്ലാ രൂപത്തിലും ഭഗവാന്റെ ആ അനുഭവം ചെയ്യുക എന്നുള്ളത് സംഗമയുഗത്തില് കേവലം നമ്മൾ ബ്രാഹ്മണ കുട്ടികൾക്ക് മാത്രമാണ് അവസരം ലഭിച്ചിട്ടുള്ളത്. भक्ति में जैसे कि जैसे मीरा है, कर्नाटक में कक्क महादेवी है, ऐसे बहुत सारे भक्तिनों ने भगवान को एक संबंध से पकड़कर, जैसे कि वो पिया है, पति है, साजन है, ऐसे मानकर जिधर देखती हूं तू ही तू है, ऐसी भावना से भक्ति की. ഭക്തി മാർഗത്തില് നമുക്കറിയാം ഒരുപാട് ഭക്തര് ഭഗവാനെ ഒരേ രൂപത്തില്, ഇപ്പൊ മീര നോക്കുകയാണെങ്കിലും അങ്ങനെ ഒരുപാട് പേര് ഏതെങ്കിലും ഒരു ബന്ധത്തില് മാത്രമാണ്, അതായത് നീ എൻ്റെ പ്രിയതമനാണ്, പതിയാണ്, അങ്ങനെ ഏതെങ്കിലും ഒരു രൂപത്തിൽ മാത്രമാണ് ഈശ്വരനോട് ബന്ധം വെച്ച് ഓർമ്മിച്ചു വന്നിട്ടുള്ളത്. लेकिन जो गाते हैं सब कुछ तू है, तो हर संबंध में उसके साथ वो महसूसता करना, वो भाग्य या वो चांस हम बच्चों को बाबा ने दिया है. എല്ലാ ബന്ധത്തിലും, ഏതെല്ലാം ബന്ധങ്ങളാണോ നമ്മൾ പാടുന്നത്, ആ എല്ലാ ബന്ധത്തിലും ഭഗവാന്റെ സ്നേഹം അല്ലെങ്കിൽ ഭഗവാന്റെ ആ സ്നേഹം ബന്ധം അനുഭവിക്കുക എന്നുള്ളത് ഇപ്പൊ ഈ സമയത്ത് സംഗമയുഗത്തിൽ ഇപ്പൊ മാത്രം നമുക്ക് ഭാഗ്യം പ്രാപ്തമാകുന്നതാണ്. जैसे हम चाहते हैं पूरे दिन हम बाबा को याद करें, उठते बैठते खाते पीते चलते फिरते, तो उसके लिए बाबा को सर्व संबंधी बनाना, सर्व संबंधों से बाबा के साथ का अनुभव करना बहुत बहुत जरूरी है. അപ്പൊ മുഴുവൻ ദിവസവും നമ്മൾ ബാബയെ ഓർമ്മിക്കാൻ, അതായത് കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും എല്ലാം ബാബയെ ഓർത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ ബന്ധത്തിലും, ഓരോരോ ബന്ധത്തിലും ആ ബാബയുമായിട്ട് ബന്ധം വെക്കുമ്പോൾ നമുക്കങ്ങനെ ഓർമ്മിക്കാൻ വളരെ എളുപ്പമാണ്. आज हम बाबा के साथ के प्रमुख 7 संबंधों का अनुभव कैसे करें, उसके बारे में चिंतन करेंगे. ഇന്ന് നമ്മള് ബാബയുമായിട്ട് പ്രത്യേകിച്ചും പ്രധാനമായിട്ടും 7 ബന്ധങ്ങള് വെക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കി അനുഭവം ചെയ്യാം. क्योंकि ये 7 संबंध अगर हमने महसूस कर लिया,
बाद में अलग अलग स्वरूपों से बाबा के साथ का अनुभव करना वो सहज हो जाता है। थोड़ा सा हमको बाबा के साथ का ये संबंधों के साथ वो बाबा के मुरली के आधार से हम हर संबंध को कैसे महसूस करें, उसका थोड़ा सा होमवर्क किया मैंने। वो मैं आपके सामने इसलिए नोटबुक लेके आई हूँ ताकि एक शब्द मिस ना हो, है ना। कई बार हम मुरली बोलते जो हमने सोचा लिखा वो मिस हो जाता है। इसलिए मुख्य 7 संबंध, पहले माँ है। അപ്പൊ 7 ബന്ധങ്ങളുടെ അനുഭവം നമ്മൾ ഇന്ന് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ബന്ധങ്ങളുടെ സ്വരൂപത്തിന്റെ അനുഭവം ചെയ്യാനും നമുക്ക് വളരെ എളുപ്പമായിരിക്കും. അപ്പൊ ഈ 7 ബന്ധങ്ങളില് ആദ്യത്തെ ബന്ധത്തിനെ കുറിച്ച് ദീദി പറയുകയാണ്. ആദ്യത്തേത് അമ്മ. फर्स्ट आप भी अम्मा बोलते हो? हाँ, कन्नड़ में भी अम्मा बोलते हैं ना। माँ, जिंदगी में कहते हैं भगवान के बाद कोई संबंध नजदीक का है वो है माँ. ലോകത്തിൽ നോക്കുകയാണെങ്കിൽ ഭഗവാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത ബന്ധം നമുക്കുള്ളത് അമ്മയുമായിട്ടാണ്. कहते भगवान हर जगह नहीं रह सकता इसलिए उसने माँ बनाया. അപ്പൊ ഇങ്ങനെ പറയാറുണ്ട്, ഭഗവാൻ എല്ലാ നിമിഷവും എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കാൻ സാധിക്കില്ല, അതുകൊണ്ടാണ് അമ്മയെ സൃഷ്ടിച്ചിരിക്കുന്നത്, ഉണ്ടാക്കിയിരിക്കുന്നത്. पहले एक बार 7 संबंध लिख लो. पहले माँ, बाप, അമ്മ, രണ്ടാമത്തേത് അച്ഛൻ, और हमारा दोस्त, സുഹൃത്ത്, सॉरी उससे हाँ दोस्त के साथ शिक्षक, അതിനുശേഷം ശിക്ഷകൻ, ടീച്ചർ, साजन, അതായത് പ്രിയതമൻ, बच्चा, കുട്ടി, लास्ट है सदगुरु. 7ാമത്തേത് ലാസ്റ്റ് ആണ് സദ്ഗുരു. 7 हो गए. 7 എഴുതിയില്ലേ, മനസ്സിലായില്ലേ? अभी हम स्टेप बाय स्टेप कैसे किस स्मृति को ताजा रखेंगे तो हम बाप के साथ का, माँ के साथ का उस गहराई का अनुभव कर सकते हैं. और हमको कौन सी धारणा चाहिए ऐसे संबंध का अनुभव करने के लिए. मैं क्या करती थी, हफ्ते में 1 हफ्ता पूरा एक संबंध का अनुभव करती थी. जब मेरा ईश्वरीय बचपन था तो मुझे बचपन में रोज बाबा को चिट्ठी लिखने की आदत थी. रोज चिट्ठी लिखती थी. मेरे पास इतनी डायरी है जो लिख के उसको फेंका नहीं है मैंने, अभी भी स्टोर्ड है. कभी भी थोड़ा सा मन इधर उधर हो जाए वो डायरी पढ़ने से ना बहुत मजा आता है. നമുക്കിത് മനസ്സിലാക്കാം ഏത് സ്മൃതിയിലിരിക്കുന്നതിലൂടെ, അതായത് ഓരോരോ ബന്ധത്തിന്റെയും അനുഭവം ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ദീദി പറയാണ്, ദീദി ആദ്യമൊക്കെ അതായത് ഏതെങ്കിലും ഒരു ബന്ധം ഒരാഴ്ചയോളം ആ ഒരു ബന്ധത്തിന്റെ അനുഭവം ചെയ്യുമായിരുന്നു. എന്നിട്ട് ദിവസവും ബാബയ്ക്ക് കത്തെഴുതുമായിരുന്നു എന്ന്. അപ്പൊ പണ്ട് മുതലേ എഴുതിയിട്ടുള്ള കത്തുകളുടെ ബുക്ക്, ഡയറി ഇപ്പോഴും ഒരുപാട് ഉണ്ട്. ഇടയ്ക്ക് എപ്പോഴാണോ മനസ്സെപ്പോഴെങ്കിലും ഒരു അസ്വസ്ഥമാകുന്നത് അപ്പൊ ദീദി അതെടുത്തു വെച്ച് നോക്കുമായിരുന്നു. आप कोई बाबा को पत्र लिखते हो? നിങ്ങൾ ആരെങ്കിലും ഒക്കെ ദിവസവും ബാബയ്ക്ക് കത്തെഴുതാറുണ്ടോ? मतलब बाबा के डिब्बे में डालने के लिए फलाना इच्छा पूरा कर दो, ऐसे पत्र लिखते हो? या खुशहाली का, बाबा आज ये हुआ, बाबा आज ये हुआ, मैं खुश हूँ, आपके थैंक्स, ऐसे बाबा के साथ बहुत अच्छी बातें करके कौन कौन पत्र लिखते हैं? അതായത് അവരവരുടെ ആഗ്രഹങ്ങൾ കത്തിലെഴുതിയിട്ട് ബാബയുടെ മുറിയിലുള്ള ലെറ്റർ ബോക്സിൽ കൊണ്ടിടുക, അങ്ങനെയുള്ള കത്താണോ എഴുതുന്നത്? അതോ എല്ലാ ദിവസവും ബാബ ഇന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഇന്നത്തെ വിശേഷം ഇങ്ങനെയൊക്കെയാണ്, അങ്ങനെയുള്ള സ്നേഹത്തോടെ തന്റെ മനസ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള കത്ത് അങ്ങനെയാണോ എഴുതാറ്? ഏതാണെന്ന് कौन कौन लिखते हैं? हाथ उठाओ. കൈ ഉയർത്താൻ. അങ്ങനെ ദിവസമുള്ള കാര്യങ്ങൾ ബാബയ്ക്ക് കത്തെഴുതുന്നവര്. किसी को दिखाने की जरूरत नहीं है, लेकिन लिखना जरूरी है. ആ കത്ത് അത് ആരെയും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ എഴുതേണ്ടത് അത്യാവശ്യമാണ്. हम देवता बनने की 16 कला की बातें करते हैं ना, वो 16 कलाओं में से एक कला है पत्र लिखने की कला.
നമ്മള് ദേവതയാവുമ്പോ ദേവതമാരുടെ മഹിമയില് ദേവതമാര് 16 കലാസമ്പൂർണരാണ് എന്ന് പറയുന്നുണ്ട്. അതിലൊരു കല കത്തെഴുതുന്നതിന്റെ കലയാണ്. हम कितनी प्यार से पत्र लिखेंगे. जैसे देखिए नेहरू ने अपने बेटे को पत्र लिखा था, वो डिस्कवरी ऑफ इंडिया बुक बन गया. ഇതുപോലെ നമ്മൾ അത്രയും സ്നേഹത്തോടെ വേണം കത്തെഴുതാൻ. ഇതുപോലെ നമ്മൾ കേട്ടിട്ടില്ലേ, അതായത് നെഹ്റുജി തന്റെ മകൾക്ക് ഇന്ദിരാഗാന്ധിക്ക് കത്തയച്ചു. ആ കത്തിനെ കുറിച്ചുള്ള മഹിമയൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. वो आज भी स्टडी योग्य है. भारत के बारे में वो लिखते थे हर खत में. ऐसे हम भी अपने अनुभव, जैसे मैंने देखा ना, मैंने कहा ना, ऐसे मेरे पास बहुत सारे बुक्स हैं. जब भी मन आता है मैं कुछ लिखती हूँ. जब भी सोच आता है मुझे कि आज मैं क्या अनुभव करूं, स्टेप बाय स्टेप वो लिख के रखती हूँ. तो मुझे भी काम आता है, दूसरों को भी काम आता है. इससे क्या होगा, जो मन में आया उसको लिखना भी मन को हल्का करने का, बाबा से बातें करने का एक तरीका है. ഇപ്പോൾ ദീദി പറയാണ്, ദീദിയുടെ കയ്യിൽ ഇങ്ങനെ ഒരുപാട് ബുക്കുകൾ ഉണ്ടെന്ന്. എപ്പോഴാണോ മനസ്സിൽ എന്തെങ്കിലും കാര്യങ്ങൾ, നല്ല നല്ല ചിലപ്പോൾ പോയിന്റ് ആയിരിക്കും, അല്ലെങ്കിൽ കാര്യങ്ങൾ അത് എഴുതി വെക്കും. അപ്പൊ എഴുതി വെക്കുമ്പോൾ അത് പിന്നീട് എടുത്ത് നമ്മൾ തന്നെ വായിക്കുമ്പോൾ നമുക്കും ഒരുപാട് കാര്യങ്ങളുടെ തിരിച്ചറിവ്, റിയലൈസേഷൻ ഉണ്ടാവും. അത് വായിച്ചു കഴിഞ്ഞാൽ അതായത് മറ്റുള്ളവർക്കും അത് ഉപകാരപ്പെടുകയും ചെയ്യും. आपको पता है आज की दुनिया में अफर्मेशन बहुत फेमस हो गए हैं. अफर्मेशन माना एक दृढ़ संकल्प करना है ना. दुनिया वाले हर तरह के, अभी रेखी, प्राणिक हीलिंग, तरह तरह की दुनिया में टेक्निक्स है. उनमें से वो लोग अफर्मेशन कराते हैं. लेकिन बाबा रोज हमें अफर्मेशन कराते हैं. मैं शांत स्वरूप आत्मा हूं, ये एक अफर्मेशन है. मैं नारायण बनने वाला हूं, ये एक अफर्मेशन है. ये एक दृढ़ता है. ऐसी दृढ़ता को पाने के लिए ऐसे बाबा के साथ संबंधों का, बाबा के साथ स्वरूपों का, बाबा के साथ का अनुभव करना बहुत जरूरी है. അപ്പൊ ഇതുപോലെ ഇന്ന് ലോകത്തിലും ഒരുപാട് പേര് നമ്മൾ ഇതുപോലെ സ്വമാനം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതുപോലെ ലോകത്തിലും ഒരുപാട് പേര് ഒരുപാട് രീതിയിൽ അത് അഭ്യസിക്കുന്നുണ്ട്. ബാബയും നമുക്ക് ദിവസവും, അതായത് ഒരുപാട് സ്വമാനങ്ങൾ തന്നിട്ടുണ്ട്. ശ്രേഷ്ഠാത്മാവാണ്, നമുക്കറിയാം സ്വമാനങ്ങൾ വളരെയധികം ഉണ്ട്. അപ്പൊ ഈ സ്വമാനങ്ങൾ ബാബ എല്ലാ ദിവസവും നമുക്ക് തരുന്നുണ്ട്. അപ്പോ ദീദി പറയാണ് പോയിന്റ്സ്, അതായത് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പോയിന്റ്സ് ഓർമ്മ വരുമ്പോ എഴുതുക. അത് പിന്നീട് അതിന്റെ അനുഭവം കൂടി നമുക്കത് ചെയ്യാൻ സാധിക്കും. इसलिए आप भी, मैं अपनी सोच, बाबा की मुरली, बड़ों के आशीर्वाद से मैंने कुछ पॉइंट्स आपके सामने अभी मैं रखूंगी. लेकिन इसके बाद आप भी सोचना एक एक संबंध के बारे में हम और क्या कर सकते हैं, और गहराई से क्या. अभी मैं 7 संबंधों को मिलाकर एक क्लास करा रही हूँ. आपको ऐसे तैयारी करनी है कि एक संबंध पर हम 1 घंटा बाबा से बात कर सके, 1 घंटा किसी के साथ हम शेयर कर सके. मेरा वही प्लानिंग चल रहा है आजकल. एक क्लास पूरा एक संबंध के ऊपर. ऐसे अगर हम करें तो सामने वाले को भी आसान होगा और हमें भी अच्छा लगेगा. അപ്പൊ ഇതുപോലെ ദീദി പറയാണ്, ദീദിക്ക് മുരളിയിലൂടെയും അതേപോലെ മുതിർന്നവരിലൂടെയും ലഭിച്ചിട്ടുള്ള ഒരുപാട് പോയിന്റ്സുകളുടെ ആധാരത്തില് ദീദി കുറച്ച് കാര്യങ്ങൾ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ആ 7 ബന്ധങ്ങളുടെ കാര്യങ്ങള് ഇപ്പൊ നമ്മളോട് ഷെയർ ചെയ്യും. ഇനി നമ്മൾ ഓരോരുത്തരും അത് കേൾക്കുക മാത്രമല്ല, ഓരോ ബന്ധം വെച്ചിട്ടും ഏകദേശം 1 മണിക്കൂർ ബാബയോട് എങ്ങനെ നമുക്ക് സംസാരിക്കാം, അല്ലെങ്കിൽ ആ 1 മണിക്കൂർ എങ്ങനെ കാര്യങ്ങള് ബാബയുമായിട്ട് അതായത് അനുഭവം ചെയ്യാം, ഓരോ ബന്ധങ്ങളുടെയും ആ 1 മണിക്കൂർ അങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഓരോരുത്തരും കൂടി അതിനെക്കുറിച്ച് ചിന്തിച്ച് പിന്നീട് എഴുതണം എന്ന് പറയാണ്. वैसे मैं ये क्लास ना बोर्ड पे लिख के कराती हूँ, लेकिन मैं किस भाषा में लिखूं, इसीलिए आज नहीं लिख रही हूँ. ദീദി ആഗ്രഹിക്കുന്ന ഒരു ബോർഡ് വെച്ചിട്ട് ബോർഡിൽ എഴുതി ഇത് ചെയ്യാമെന്നാണ്. പക്ഷെ ചോദിക്കുകയാണ് ഏത് ഭാഷയിലാണ് എഴുതുക. ഇപ്പൊ നിങ്ങൾക്ക് ഏത് ഭാഷയിൽ എഴുതിയിട്ടാ പറഞ്ഞു തരാൻ പറ്റുക? कन्नड़ में लिख सकती हूँ, इंग्लिश में लिख सकती हूँ, हिंदी में लिख सकती हूँ. मलयालम में तो मैं नहीं लिख सकती ना. इसलिए अभी मैं बोलूंगी, आप भी ना इसको ऐसे सिस्टमेटिकली लिखना. माँ के साथ माँ से क्या मिलता है, पालना क्या है, माँ के साथ का कौन सा बात याद, ऐसे 3 कॉलम बना लेना और लिखते जाना. तब आपके पास भी एक बहुत सुंदर एक बॉक्स रहेगा. जब भी संबंधों के बारे में सोचे वो आपको बहुत अच्छा मिल जाएगा. പറയാണിപ്പം എഴുതുകയാണെങ്കിൽ ഒന്നെങ്കിൽ കന്നഡയിൽ അല്ലെങ്കിൽ ഹിന്ദിയിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതാനേ പറ്റുള്ളൂ. മലയാളത്തിൽ എന്തായിരുന്നാലും ഇതിക്ക് എഴുതാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ബുക്കിൽ തന്നെ പറയുകയാണ് അമ്മ എന്ന് എഴുതിയിട്ട് അതിൽ കുറച്ച് കോളങ്ങൾ ഉണ്ടാക്കുക. എന്നിട്ട് ഓരോ
കോളത്തിലും അതായത് ഏതേതെല്ലാം രീതിയിലുള്ള അനുഭവങ്ങൾ അത് ഓരോ കോളത്തിലും എഴുതാൻ പറയാണ്. अभी हम बात करेंगे ताई, सॉरी अम्मा मीन्स माँ, कन्नड़ में ताई बोलते हैं, ठीक है. अम्मा संबोधन है, ताई संबंध का, जैसे कि माँ को कोई माँ बोलता है, कोई मम्मी बोलता है, ऐसे संबोधन अलग होता है. जन्म किससे मिलता है हमें? माँ से. जन्मदात्री कौन है? हमारी माँ है. तो बाबा पहले हमारी माँ है. അപ്പൊ നമ്മുടെ ജന്മദാതാവ് അമ്മയാണ്. അപ്പോ നമ്മുടെ ശരിക്കും ഇപ്പൊ നമ്മുടെ അമ്മ ബാബയാണ്. बाबा मुरली में कहते हैं मैं बड़ी माँ हूँ. क्या कहते हैं बाबा? मैं बड़ी माँ हूँ. ये ब्रह्मा बाबा दूसरा माँ है, लेकिन बड़ी माँ कौन है? शिव बाबा है. पहले बाबा के साथ हमारा पहला संबंध कौन सा है? माँ का. അപ്പൊ ബാബ എപ്പോഴും പറയാറില്ലേ, ഞാൻ നിങ്ങളുടെ അമ്മയാണ്. അതായത് വലിയ അമ്മ ശിവബാബയാണ്, ബ്രഹ്മബാബയും അമ്മയാണ്. അപ്പൊ ഏറ്റവും നമ്മുടെ അടുത്ത ബന്ധം എന്ന് പറയുന്നത് അമ്മയുമായിട്ടുള്ളതാണ്. क्या मिलता है? माँ के संबंध से पहले बाबा से पालना मिलती है. क्या मिलती है? पालना. लौकिक में भी माँ अपने बच्चों को पालने के लिए दिन रात एक कर देती है, अपना सुख त्याग देती है, अपना खाना पीना छोड़ देती है, नींद का त्याग कर देती है ना, छोटू से बच्चे को बड़ा बनाने के लिए. तो बाबा ने भी देखो परमधाम का ऊंचा सिंहासन छोड़ दिया, शरीर नहीं लेने वाला शरीरधारी बन गया, सामान्य से सामान्य शरीर में प्रवेश कर दिया. कितना त्याग किया बाबा ने हमारे लिए. അപ്പൊ ഇതുപോലെ അമ്മ എന്ന് പറയുമ്പോൾ അമ്മയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പാലനം നൽകി നമ്മളെ വളർത്തി വലുതാക്കുന്നത്. നോക്കാൻ അമ്മ എത്ര ത്യാഗമാണ് സഹിക്കുന്നത്. അതായത് ഉറക്കം നഷ്ടപ്പെടുത്തുന്നു, അതേപോലെ ഭക്ഷണം കഴിക്കുന്നത് മാറ്റിവെക്കുക, അല്ല ഒരുപാട് ത്യാഗങ്ങൾ അതൊക്കെ സഹിച്ചിട്ടാണ് ഒരു കുട്ടിയെ വളർത്തി പാലിച്ച് വലുതാക്കുന്നത്. അതേപോലെ ശിവബാബ നോക്കാൻ നമ്മുടെ അമ്മയാണ്. ബാബയും എത്ര വലിയ ത്യാഗമാണ് ചെയ്യുന്നതെന്ന്. ബാബയ്ക്ക് ശരീരമില്ല, ബാബ വന്ന് ഈ പതീത ലോകത്തിൽ വന്ന് ശരീരമെടുത്ത് ദിവസവും നമ്മളെ പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എത്ര നല്ല രീതിയിലാണ് ബാബ നമ്മളെ അമ്മയുടെ രൂപത്തിൽ അത്രയും ത്യാഗം, അതായത് അത്രയും സഹനം ചെയ്ത് പാലിക്കുന്നത്. बाबा से प्यार, माँ के रूप से क्या मिलता है? हमें प्यार मिलता है, वो अनकंडीशनल लव मिलता है. बाबा से क्या मिलता है हमें? अनकंडीशनल, कोई शर्त नहीं, बेशर्त प्यार मिलता है बाबा से. അപ്പൊ അമ്മയിൽ നിന്നും നമുക്ക് കിട്ടുന്നതാണ് സ്നേഹം. അപ്പൊ നോക്കാൻ ബാബ നമുക്ക് ഒരു കണ്ടീഷനും ഇല്ലാതെ, അതായത് ഒരു ആഗ്രഹവും ഇല്ലാതെ അത്രയും വിശാലം അല്ലെങ്കിൽ അത്രയും പരിധിയില്ലാത്ത സ്നേഹം, നിസ്വാർത്ഥമായ സ്നേഹമാണ് ബാബ നമുക്ക് അമ്മയുടെ രൂപത്തിൽ തരുന്നത്. लौकिक में बच्चों को माँ की परछाई मानते हैं. वैसे हमें जीने की कला सिखाने वाले हमारे प्यारे माँ शिव बाबा है. जीने की कला सिखाते हैं. क्या सिखाते हैं बाबा में? जीने की कला. അപ്പൊ ഇതുപോലെ ലൗകികത്തിലും പറയുന്നുണ്ട് അമ്മയുടെ ഒരു നിഴലാണ്, അല്ലെങ്കിൽ അതേ കോപ്പി സെയിം ആണ് ആ കുട്ടി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതേപോലെ ബാബ നോക്കാൻ നമ്മളെ എങ്ങനെ പാലിച്ച് എങ്ങനെ ആക്കി തീർക്കുന്നത്, എന്താ പഠിപ്പിക്കുന്നത്. तो माँ के संबंध में बाबा का कौन सा गीत याद रखेंगे? तुम ही हो माता, तुम मात पिता हम बालक तेरे. बाबा की मुरली से गीत आते हैं ना. ये गीत जैसे सुनते हैं, तुम ही हो माता. कौन है माँ? मम्मा, ब्रह्मा बाबा सब बाद में. पहली माँ कौन है हमारी? शिव बाबा. आत्मा की दृष्टि से, अलौकिक जन्म से. साथ में लौकिक में बहुत सुंदर एक श्लोक है रामायण से, जननी जन्मभूमिश्च स्वर्गादपि गरीयसी. बहुत सुंदर, बहुत फेमस है. जननी और जन्मभूमि स्वर्ग से महान है. ഇതുപോലെ
അമ്മയുടെ ബന്ധത്തില് നമ്മള് ഈ പാട്ട് കേട്ടിട്ടുണ്ട്. നീ തന്നെയാണ് തുമീ ഹോ മാതാ എന്നുള്ള പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് അമ്മയാണ് ഏറ്റവും അടുത്ത ബന്ധം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതായത് മമ്മയുണ്ട്, ബാബയുണ്ട്, പക്ഷെ അതിലും വലുതായിട്ട് നമുക്ക് നമ്മുടെ ഏറ്റവും ആദ്യത്തെ അമ്മ, വലിയ അമ്മ എന്ന് പറയുന്നത് ശിവബാബ തന്നെയാണ്. അപ്പൊ അമ്മയെ കുറിച്ചൊരു മഹിമ പറയുന്ന ഒരു ശ്ലോകം രാമായണത്തിലുണ്ട്. അതായത് ജനനിയും അമ്മയും അതേപോലെ മാതൃഭൂമിയും സ്വർഗത്തെക്കാളും ശ്രേഷ്ഠമാണ്, മഹാനാണ് എന്നൊരു ശ്ലോകം രാമായണത്തിലുണ്ട്. लौकिक में कुछ होता है, दर्द होता है, कोई बाप को नहीं बुलाता, माँ बोलते है ना. कुछ दर्द हुआ तो किसको बुलाते हैं? माँ को बुलाते. तो हमें भी कष्ट में कौन याद आता है? शिव बाबा याद आता है या देहधारी कोई याद आते हैं? शिव बाबा का वो रूप, माता का रूप. देखो दुनिया में इतना बड़ा दिल क्षमया धरित्री कहते हैं, धरणी को क्षमया धरित्री, लेकिन धरणी से भी ज्यादा क्षमा का भाव रखने वाला शिव बाबा है. हमारी हजार गलतियों को भी क्षमा करके हमें आगे बढ़ाता है बाबा. അപ്പൊ ഇതുപോലെ നമ്മൾ നോക്കാൻ കുട്ടിക്ക് സാധാരണ എന്തെങ്കിലും വിഷമോ വേദനയോ വന്നു കഴിഞ്ഞാൽ ആദ്യം ആരെയാ വിളിക്കാറ്? ആദ്യം വരുന്ന ശബ്ദം അമ്മ എന്നുള്ള ശബ്ദമാണ്. അപ്പൊ അതേപോലെ നമ്മൾ നോക്കാൻ നമുക്ക് എന്തെങ്കിലും വിഷമം പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം ഓർമ്മിക്കുന്നത് ബാബയാണ്, ബാബ എന്നുള്ള അമ്മയാണ്, അമ്മയായ ബാബയെയാണ് ഓർമ്മിക്കുന്നത്. അപ്പൊ സാധാരണ ഇങ്ങനെ പറയും ക്ഷമയുടെ മൂർത്തി ഭാവമാണ് അമ്മ എന്നൊക്കെ പറയും. നമ്മൾ അതിനെ ക്ഷമയുടെ മൂർത്തി ഭാവം ഭൂമി ദേവി, ഭൂമിയാണ്, ഭൂമിയാകുന്ന അമ്മയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പറയാണ് അതിലും വലുതായിട്ട് നോക്കാൻ ബാബ നമ്മളെ എങ്ങനെ നമ്മുടെ എല്ലാ തെറ്റുകളെ എല്ലാത്തെയും ക്ഷമിച്ച് ക്ഷമയുടെ സാഗരമാണ് ശരിക്കും ബാബ. और माँ बच्चों से कुछ चाहती नहीं है, लेकिन बच्चों की जिम्मेवारी है कभी माँ की आंखों में आंसू ना आने दे. അമ്മ കുട്ടികളിൽ നിന്നും ഒന്നും കൂടുതൽ പ്രതീക്ഷിക്കുന്നില്ല, പക്ഷെ കുട്ടികളുടെ കടമയാണ്, ഉത്തരവാദിത്വമാണ് ഒരിക്കലും അമ്മയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരാൻ അനുവദിക്കരുത്. हमारा बाबा कभी रोता नहीं है, लेकिन हम बाबा के नाम बदनाम करने के लिए कभी कारणीभूत न बने. बाबा को दर्द पहुंचाने ऐसे बच्चे, बाबा कहते हैं ना मुआ भला, कई बार बाबा कहते हैं कोई ऐसे काम खराब करने वाले बच्चे हैं तो बाबा कहते हैं मेरे दिल से कभी सोच आता है कि ऐसे बच्चे मुआ भला, मरता तो अच्छा. ऐसे कभी बाबा को न लगे. हम बाबा के साथी बनने वाले, बाबा के काम में हाथ बटाने वाले बने, न कि बाबा को कभी दुख पहुंचाने वाले ना बने. हम ബാബ ഒരിക്കലും കരയാറില്ല, പക്ഷെ അങ്ങനെയുള്ള കർമ്മം, അങ്ങനെയുള്ള പെരുമാറ്റം ഒന്നും നമ്മളിൽ നിന്ന് ഒരിക്കലും വരരുത്, ബാബയുടെ പേര് ചീത്തയാക്കുന്ന രീതിയിൽ. ഇടയ്ക്ക് സാധാരണ നമ്മളിങ്ങനെ കേട്ടിട്ടില്ലേ, മുരളിയിൽ ബാബ പറയാറുണ്ടല്ലോ ഇങ്ങനെയുള്ള കുട്ടി ഇല്ലാതിരിക്കുന്നതായിരുന്നു നല്ലത് എന്ന്. അപ്പൊ അങ്ങനെ ബാബയുടെ പേര് മോശമാക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയും നമ്മൾ കുട്ടികളിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവരുത്. लौकिक में माँ क्या चाहती है कि बच्चा बाहर से आए तो हर बात मुझे बताए, और कुछ नहीं चाहती. लेकिन माँ चाहती है कि हर बात मुझे बताए, कहाँ जाके आया, किससे मिल के आया, क्या करके आया. अगर बच्चा बड़ा होते होते नहीं बताता है तो माँ अंदर रोती है कि आजकल बच्चा मुझे नजरअंदाज कर रहा है. ऐसे हम भी कुछ भी हो, क्या भी हो, हम गिरे उठे आगे बढ़े, सेवा किए नहीं किए, पैसा लिए बाबा को दिए नहीं दिए, सब कुछ किसको बताना है? हमें बताते हैं क्या? माँ के रूप में बाबा को प्यार से हर छोटी चीज बड़ी चीज हमें बताना है. അപ്പൊ ഇതുപോലെ സാധാരണ നമ്മള് ലൗകികത്തിലായിരിക്കുമ്പോൾ എവിടെയെങ്കിലും പോയിരുന്നാലും വന്നിരുന്നാലും ഓരോ കാര്യങ്ങളും പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ അമ്മയോട് പറയാറുണ്ട്, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും. അപ്പൊ അതേപോലെ ബാബ നമ്മുടെ അമ്മയാണ്. അപ്പൊ നമ്മളും ഓരോ കാര്യങ്ങളും അതായത് എന്ത് ചെയ്യായിരുന്നാലും, അതായത് ജീവിതത്തിലുള്ള
A to Z കാര്യങ്ങൾ എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുത്തു, വാങ്ങി, അവിടെ പോയി, ഇവിടെ വന്നു, ഇങ്ങനെ ചെയ്തു, എല്ലാ കാര്യങ്ങളും ബാബയുടെ അടുത്ത് പറയണം. അപ്പൊ സാധാരണ ലൗകികത്തിൽ കുട്ടി കുറച്ച് വലുതായി കഴിയുമ്പോൾ പറയാതെ വന്നു കഴിഞ്ഞാൽ അമ്മ വിചാരിക്കും ഇതെന്താ ഇപ്പോഴായിട്ട് എൻ്റെ കുട്ടി എന്നെ യാതൊരു മൈൻഡും ചെയ്യുന്നില്ലല്ലോ എന്നുള്ള ചിന്ത വരും. അപ്പൊ അതുപോലെ നമ്മൾ ആയിരിക്കരുത്, ബാബയോട് എല്ലാ കാര്യങ്ങളും പറയുക തന്നെ വേണം. बच्चा एक साड़ी लाता है ना तो माँ बहुत खुश हो जाती है. ऐसा नहीं कि माँ के पास साड़ियों की कमी है, लेकिन बच्चा अपनी कमाई से लाता है तो माँ को बहुत अच्छा लगता है, सभी को दिखाती है मेरा बेटा लाया, मेरा बेटा लाया. ऐसे अगर हम लोग भी बाबा के लिए कुछ करते हैं तो बाबा भी सम्मानित हो जाता है. ऐसा नहीं कि हमारे बिना बाबा का नहीं चलेगा, लेकिन हम करते हैं बाबा के लिए, छोटा हो या बड़ा, हम बाबा के घर के लिए कुछ करते हैं, बाबा के नाम से हम कुछ करते हैं, तो बाबा का भी सीना गर्व से चौड़ा हो जाता है और बाबा की दुआएं हमें प्राप्त हो जाती है. ഇതുപോലെ ലൗകികത്തില് അമ്മയ്ക്ക് നമ്മളൊരു സാരിയൊക്കെ വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെ സന്തോഷമാവും. അവരുടെ കയ്യിൽ ഇല്ലാത്തതൊന്നും ആവില്ല, നിറയെ ഉണ്ടാവും വേറെ ഡ്രസ്സ്. എന്നിരുന്നാൽ പോലും ഒരെണ്ണം കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അവരൊരുപാട് പേരെ കാണിക്കും, നോക്കൂ ഇതാ ഇതെന്റെ മകൻ, അതല്ലെങ്കിൽ ഇതെന്റെ മകൾ എനിക്ക് തന്നതാണ് എന്ന് അത്രയും സന്തോഷത്തോടെ അഭിമാനത്തോടെ എല്ലാവരെയും കാണിച്ചു കൊടുത്ത് അവർ പറയും. അപ്പൊ അതേപോലെ നമ്മളും, ബാബ നമ്മുടെ അമ്മയാണ്, ബാബയ്ക്ക് വേണ്ടി ബാബയുടെ വീട്ടില് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബാബയ്ക്കും അത്രയും സന്തോഷമാവും. ബാബയ്ക്ക് നമ്മുടെ ഒന്നും ആവശ്യമില്ല ബാബയ്ക്ക്, പക്ഷെ എന്നാൽ പോലും കുട്ടികള് ബാബയ്ക്ക് വേണ്ടി, ബാബയുടെ വീടിന് വേണ്ടി ഓരോന്ന് ചെയ്യുമ്പോൾ ബാബയ്ക്കും അത്രയും നമ്മുടെ മേലെ സന്തോഷം വരും. അപ്പൊ അത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാബയുടെ ഭാഗത്തു നിന്നും കിട്ടുന്ന ആശീർവാദവും കൂടിയാണ്. कई सेंटरों में माताएं है ना बाबा को अपना माँ मानती है. हर त्योहार पे घर में अच्छा बनता है खाना तो सेंटर में भी ला के देती है, हम खा रहे हैं बाबा को भी खिलाओ. वो अच्छा साड़ी लेती है, रेशम की साड़ी खरीदती है तो बोलती है बाबा के घर में भी कुछ लाओ. ऐसे माताओं की ज्यादा भावना होती है. पता नहीं केरला की माताएं कैसी है, ऐसे बात करते हो क्या? घर में कुछ चीजें आए तो उसमें से एक चीज सेंटर में आना जरूर चाहिए. घर में अच्छा खाना बना तो सेंटर में भी एक अच्छी खाने के लिए वो कुछ भी, जैसे कि हमारे यहाँ कर्नाटक में बड़े बड़े त्योहारों में होली के बनाना है ना, होली के बोलते हैं ना, यहाँ पर ओबट्टू बोलते हैं इस तरफ, वो बनाना कॉमन है. तो माताएं क्या करेगी, हमारी कोस्टल लाइन में हर त्योहार के लिए एक एक खाना फिक्स होता है, अलग अलग खाना. तो वो जो घर में बनाएगी, अभी सावन का महीना आएगा तो यहाँ पर हल्दी के पत्ते का कुछ खाना अच्छा बनता है, वो सारी चीजें ला के रखेगी. दीदी आप भी बना के बाबा को खिला के खाना, हम घर में बना रहे हैं. वो साड़ी खरीदेगी, अभी डिस्काउंट सेल चलता है तो साड़ी खरीदेगी. वो सोचेगी बाबा के लिए कोई भोग के क्लॉथ लेना है, बाबा के लिए टॉवल्स, गद्दी के लिए टॉवल्स चाहिए होता है, या कुछ कर्टन्स लेना है. दीदी अब बताओ, या तो हम पैसे दे देंगे या अपनी मर्जी से कुछ लाएंगे. ये है माँ के प्रति हमारा सम्मान. ऐसे नहीं सोचना अगर हम नहीं करेंगे तो सेंटर नहीं चलेगा, लेकिन हमारा अंदर से बाबा के प्रति सम्मान का होना. ദീദി പറയാണ് ഏതുപോലെ വിശേഷ ദിവസങ്ങൾ, അതായത് സ്വയം തനിക്ക് വേണ്ടിയിട്ട് എന്തു വാങ്ങുന്നു. ഇവിടെയൊക്കെ കർണാടകയിലൊക്കെ അമ്മമാരങ്ങനെയായി ചെയ്യുന്നതെന്ന്, അവർക്ക് വേണ്ടിയിട്ട് അവരെന്തു വാങ്ങുന്നോ അത്, അതായത് അമ്മയായിട്ട്, ബാബ അമ്മയാണല്ലോ, അപ്പൊ ബാബയ്ക്ക് വേണ്ടി, ബാബയുടെ വീട്ടിലേക്ക് വേണ്ടിയും വാങ്ങും. അപ്പൊ പറയുകയാണ് ഓരോ ആഘോഷങ്ങൾക്ക്, ഓരോ ഉത്സവങ്ങൾ ആഘോഷങ്ങൾക്ക് വ്യത്യസ്ത പ്രകാരത്തിലുള്ള പലഹാരങ്ങളാണ് ഉണ്ടാക്കുക. അപ്പോ ഏതെങ്കിലും വിശേഷ ദിവസങ്ങൾ വരുമ്പോ അങ്ങനെയുള്ള ഭക്ഷണം, അതായത് പലഹാരം ഉണ്ടാക്കുന്ന സമയത്ത് അതിനു വേണ്ട സാധനങ്ങൾ, അതായത് സ്വന്തം വീട്ടില് തനിക്ക് വേണ്ടി എന്തുണ്ടാക്കുന്നോ കഴിക്കുന്നോ, അല്ലെങ്കിൽ വീട്ടിലേക്ക് വേണ്ടി എന്തു വാങ്ങുന്നോ അതേപോലെ തന്നെ ബാബയ്ക്ക് വേണ്ടിയിട്ടും അതേപോലെ അല്പം വാങ്ങുക തന്നെ ചെയ്യും. അപ്പോൾ എന്താണോ ആഘോഷത്തിന് ഉണ്ടാക്കുന്ന, ആ വിശേഷ ദിവസം ഉണ്ടാക്കുന്ന വിശേഷ ഭക്ഷണം, അതിനുള്ള സാധനങ്ങള് ഇവിടെയുള്ള കർണാടകയിലുള്ള അമ്മമാരൊക്കെ അങ്ങനെ ചെയ്യാന്ന് കൊണ്ടുവന്ന സെന്ററിൽ കൊടുത്തിട്ട് പറയുന്നു, ദീദി
ഇതാ ഇന്ന് ഈ ആഘോഷമല്ല, ഇതെല്ലാം ഉണ്ടാക്കേണ്ടത്, അതിനുള്ള സാധനങ്ങൾ ഇതാ കൊണ്ടുവന്നിട്ടുണ്ട്, ഇതുണ്ടാക്കി ബാബയ്ക്ക് ഭോഗ് വെക്കൂ എന്ന് പറഞ്ഞു കൊണ്ടുവന്ന് കൊടുക്കും. അതേപോലെ ഈ റിഡക്ഷൻ സെയിലും ഇതൊക്കെ വരുമല്ലോ, അപ്പൊ സാധാരണ എല്ലാവരും പോയിട്ട് ഡ്രസ്സും സാധനങ്ങളും ഒക്കെ വാങ്ങാറുണ്ട്. അപ്പൊ സ്വന്തം അതായത് അവരവർക്ക് വാങ്ങുന്നത് പോലെ ബാബയ്ക്ക് വേണ്ടി, ഇപ്പൊ ബാബയുടെ ഭോഗില് വിരിക്കാനുള്ള തുണിയായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും, അതായത് തനിക്ക് വേണ്ടി തന്റെ വീടിന് വേണ്ടി എന്തെങ്കിലും വാങ്ങുമ്പോൾ ചെയ്യുമ്പം അതേപോലെ തന്നെ ബാബയ്ക്ക് വേണ്ടിയിട്ടും ബാബയുടെ വീടിന് വേണ്ടിയിട്ടും ചെയ്യാറുണ്ട്. അപ്പൊ അതാണ് അമ്മയോട് വീടിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. അതിലൂടെയാണ് നമുക്ക് അറിയാൻ സാധിക്കുക. नहीं 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 नहीं, बना के नहीं लाना है। मैं सच में बताऊं, हमारे घर में सब ज्ञानी है, मम्मी और जो भी बहन भाई सब कुमार है, कोई शादी नहीं की, घर भी जैसे कि सेंटर है, फिर भी मैं घर का कभी नहीं खाती हूँ, घर का आया हुआ भी नहीं खाती हूँ। मैं मम्मी को भी कहती हूँ अगर भेजना है तो तुमको सामान भेजना है या तो पैसे भेजना है, बना के नहीं भेजना है। बनेगा बाबा के घर में और बना के भोग लगाएंगे, आप बेचारे आ जाओ हमारे साथ खाओ, लेकिन आप बना के हमको खिलाना है तो यहाँ के बना के खिलाओ, वहां नहीं। അപ്പൊ ദീദി പറയാണ്, അതായത് ഇപ്പൊ കൊണ്ടുവരിക എന്ന് പറഞ്ഞത് ആഘോഷങ്ങൾക്ക് വീട്ടിലുണ്ടാക്കുന്ന സാധനം സെന്ററിൽ കൊണ്ടുവരിക എന്നുള്ളതല്ല. അപ്പൊ ദീദി പറയാണ്, ദീദിയുടെ വീട്ടില് എല്ലാവരും ജ്ഞാനത്തിലുണ്ട്, എല്ലാവരും കുമാരിയാണ്, അതായത് വീട്ടിൽ തന്നെ സെന്ററും നടത്തുന്നുണ്ട്. എന്നാൽ പോലും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി അമ്മയോ ആരെങ്കിലും ഉണ്ടാക്കി കൊടുത്തുവിടുന്ന ഭക്ഷണം ദീദി ഒരിക്കലും സ്വീകരിക്കാറില്ല, കഴിക്കാറില്ല. പറയുമെന്ന് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ കൊണ്ടുവരൂ, എന്നിട്ട് നിങ്ങളും ഇവിടെ വന്ന് കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യാറല്ലാതെ ഉണ്ടാക്കി കൊണ്ടുവരുന്ന സാധനം സ്വീകരിക്കാറില്ല. अब मैं आपको बताती हूँ हम बहनें कैसे करती है। कोई त्योहार आया, अभी सावन के महीने में राखी, जन्माष्टमी है, दिवाली है, नवरात्रि है, उस समय हमारा छोटा सा सेंटर क्यों ना हो, हम थोड़े से पैसे मधुबन के लिए निकाल के रखते। वो हमारा बड़ा घर है, हम मधुबन में सभी को नहीं खिला सकते, लेकिन हमारे हिस्से का तो हम भेज सकते हैं ना। ये त्योहार के लिए हम मधुबन भेजते। सो देखो, हम भी अपने सेंटर से बचा के मधुबन के लिए सेवा करते, आप भी अपने घर में बचा के। ऐसे नहीं समझो एक आपको बनाने के लिए एक 500 रुपये खर्च होगा, गरीब माताएं होगी 500 नहीं दे सकती, 50 तो दे सकती है। 4-5 माताएं मिलके तो एक भोग बना सकती है। सेंटर में हर त्योहार का भोग लगता है ना। हर त्योहार के दिन हम सेंटर में विशेष भोग बना के बाबा को लगते, क्योंकि भक्त श्रद्धा से करते हैं तो हमको तो करना ही चाहिए। लेकिन इसमें हमारा भी हिस्सा हो, ये मातृ प्रेम है। बाबा के प्रति हमारा क्या है, मातृ प्रेम के साथ एक कर्तव्य है। പറയാണ്, ഇപ്പൊ ശ്രാവണ മാസം, ഇപ്പൊ നമ്മൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ചിങ്ങമാസം വരെയാണ്. അപ്പൊ ഓരോ ആഘോഷങ്ങള്, ഇപ്പൊ ജന്മാഷ്ടമി, അതേപോലെ തന്നെ അത് കഴിഞ്ഞ് എന്താ പറയുക നവരാത്രി, ഓണം, ഇതെല്ലാം വരികയാണ്. അപ്പൊ ഈ ഓരോ വിശേഷങ്ങൾ വരുന്ന സമയത്തും അതായത് വ്യത്യസ്തമായിട്ടുള്ള ഭോഗമായിരിക്കും, അതായത് പലഹാരങ്ങൾ അതായിരിക്കും ഉണ്ടാക്കുക. അപ്പൊ സെൻട്രലാണെങ്കിലും ഓരോരുത്തരും ഓരോ വിശേഷങ്ങളിലും മധുബനിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ട് മധുബനിലേക്ക് അയക്കാറുണ്ട്. മുഴുവൻ മധുബൻ എല്ലാരെയും ഒന്നും കഴിപ്പിക്കാൻ പറ്റിയില്ല എങ്കിലും ശരി, അതിന്റെ ഒരു നമ്മൾ പറയില്ലേ ഒരു ഓഹരി, ഒരു പങ്ക് എന്ന് പറയാം. അപ്പൊ അതിന്റെ ഒരു പങ്ക് സെൻട്രലിൽ നിന്നും മധുബനിലേക്ക് സാധാരണ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതേപോലെ നിങ്ങളും ഓരോരുത്തരും ഓരോ ആഘോഷങ്ങൾ നമ്മൾ ഏതുപോലെ വീട്ടിൽ ആഘോഷിക്കുന്നു, അല്ലെങ്കിൽ എന്തെല്ലാം ആഘോഷങ്ങളായിരുന്നാലും നമ്മുടെ ഒരു കടമയാണ് അതിന്റെ ഒരു പങ്ക് നമ്മൾ ബാബയ്ക്കും നൽകുക എന്നുള്ളത്. അതാണ് ശരിക്കും ബാബയോടുള്ള നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആത്മാർത്ഥത എന്നൊക്കെ പറയില്ലേ, അതിന് അങ്ങനെ ചെയ്യുമ്പോഴാണ് ശരിയായ സ്നേഹമുണ്ട് ബാബയോടെന്ന് പറയാൻ സാധിക്കുള്ളൂ. दूसरा संबंध है बाप का, पिता है ना। രണ്ടാമത്തേതാണ് അച്ഛന്റെ ബന്ധം. അച്ഛൻ, पिता से आइडेंटिटी मिलती है ना। आप किस बाप के बच्चे हो, कुल का नाम किससे मिलता है। लौकिक में आइडेंटिटी हमें किससे मिलती है, पिता से। यहाँ भी हमको आइडेंटिटी बाबा से मिली, बीके। ये आइडेंटिटी कहाँ से मिली, शिव बाबा ने ब्रह्मा बाबा द्वारा जो प्रजापिता ब्रह्मा का पार्ट बजाया और हमको अपना बच्चा बनाया, उससे हमको एक आइडेंटिटी मिली। माँ के बाद पिता का संबंध, बाबा से हमें आइडेंटिटी मिली।
कि हम फलाने हैं। हम सभी कौन है? बीके। कौन है? पहले हम लोग ट्रेन में जाते थे ना, लंबा जाना पड़ता था, आज जितना नहीं था, रिजर्वेशन 3-4 जगह चेंज करनी पड़ती थी। सभी का रिजर्वेशन के साथ हम बीके लगा देते थे, ताकि हमारा टिकट अभी हमको मुंबई में चेंज करना है, अभी हमको अहमदाबाद में चेंज करना, वहां देखना पड़ता था हमारा लिस्ट फिर से, तो पता चले इसलिए बीके लगा देते थे। एक बार एक टीटी पूछता है, इतने सारे एक बाप के बच्चे हैं क्या? हम 75 मेंबर्स थे, वो हैरान था, एक बाप के बच्चे 75 मेंबर्स। इनिशियल सबका बीके था, तो हैरान था। बाद में हमको मौका मिला, आधा घंटा उसको ज्ञान समझाया हम बीके कैसे हैं। അപ്പൊ നമുക്ക് രണ്ടാമത്തെ ബന്ധമാണ് അച്ഛന്റെ. അച്ഛനിലൂടെയാണ് നമുക്ക് ഐഡന്റിറ്റി കിട്ടുന്നത്. അപ്പൊ ഏതുപോലെ അത് ലൗകികത്തിൽ, അലൗകികത്തിൽ നമുക്ക് ബാബയിൽ നിന്നും കിട്ടുകയാണ്. പറയാണ് ഏതുപോലെ നമ്മൾ എല്ലാവരും പറയുക ബി കെ, ബ്രഹ്മകുമാർ കുമാരി എന്നുള്ളതാണ്. ബി കെ എന്നുള്ള ആ ഒരു സർനെയിം നമുക്ക് കിട്ടുന്നുണ്ട്, ഐഡന്റിറ്റി കിട്ടുന്നുണ്ട്. അപ്പൊ ദീദി പറയാണ് ഒരു പ്രാവശ്യം, അതായത് മൗണ്ട് അബുവിൽ പോകുമ്പോൾ സാധാരണ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാവരുടെ പേരിന്റെ കൂടെയും ബി കെ ചേർത്തിട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യാറ്. അപ്പൊ ഒരു TT ടിക്കറ്റ് നോക്കി വന്നപ്പോ ചോദിച്ചു, ഒരു 75 പേരോളം ഉണ്ടായിരുന്നു. അപ്പൊ ചോദിച്ചു, നിങ്ങൾ ഇത്രയും പേര് ഒരു അച്ഛൻ്റെ അമ്മയുടെയും ഇത്രയും കുട്ടികളോ ഇത്രയും പേരോ എന്ന് ചോദിച്ചു. അപ്പോ ബാബയിൽ നിന്നും, അതായത് അച്ഛന്റെ രൂപത്തില് നമുക്ക് ബി കെ എന്നുള്ള, അതായത് ആ പേര് നമുക്ക് ലഭിക്കുകയാണ്. हमारा अस्तित्व बाप से है, इसके लिए बाबा से हमको वर्षा मिलता है। क्या मिलता है? वर्षा मिलता है, सुख शांति का, जीवन मुक्ति का। ये सारे वर्षा हमें बाबा, बाप के द्वारा, बाप के संबंध से प्राप्त होता है. ബാബയിൽ നിന്ന് നമുക്ക് പിന്നെ സമ്പത്ത് കിട്ടുകയാണ്. മുക്തി, ജീവൻ മുക്തിയുടെ അല്ലെങ്കിൽ സുഖശാന്തിയുടെ ഒക്കെ സമ്പത്ത് അച്ഛന്റെ രൂപത്തില് നമുക്ക് ബാബയിൽ നിന്ന് കിട്ടുകയാണ്. इसमें याद रखना है हमको फॉलो फादर. क्या याद रखना है? फॉलो फादर. दूसरा बाबा ने कहा है सन शोज फादर. बाबा ने क्या कहा है? सन शोज फादर. तुम्हें देखने से तुम्हारा पिता याद आता है. लौकिक में भी बोलते हैं ना, चेहरे से, हाँ तुम अपने पिता की फोटोकॉपी हो. ऐसे हमसे कौन दिखेगा? बाबा दिखेगा. हमारी बिहेवियर से, हमारी शब्दों से, हमारे आचरण से सब बाबा दिखाई देगा. तो बाबा के संबंध में हमको ये स्लोगन याद रखना है, फॉलो फादर और फुट स्टेप. बाबा कहते मेरे फुट स्टेप पर आपको फुट स्टेप रखना है. അപ്പൊ ഇതുപോലെ അച്ഛന്റെ രൂപത്തില് 2 സ്ലോഗനാണ് പറഞ്ഞത്. ഒന്ന് ഫോളോ ഫാദർ, 2 സൺ ഷോസ് ഫാദർ. ഈ 2 സ്ലോഗൻ എപ്പോഴും നമ്മൾ ഓർമ്മ വയ്ക്കണം എന്ന് പറയാണ്. അപ്പൊ അച്ഛന്റെ രൂപത്തില് നമുക്ക് ഈ സമ്പത്തെല്ലാം, അതായത് ഓരോ ചുവടിലും നമ്മൾ അച്ഛനെ ഫോളോ ചെയ്യണം. സാധാരണ പറയാറില്ലേ, അതായത് ഇത് അച്ഛനെ പോലെ, അച്ഛന്റെ ഡിറ്റോ കോപ്പിയാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അതേപോലെ നമ്മളും നമ്മുടെ ഓരോ സംസാരത്തിലും പെരുമാറ്റത്തിലും നമ്മുടെ പ്രവൃത്തിയിലും എല്ലാം നമ്മൾ ബാബയ്ക്ക് സമാനം, ബാബയെ പോലെ आवड़म. बाबा कहता है मैं सब कुछ दे देता हूँ, कुछ नहीं रखता हूँ. एक दिव्य दृष्टि की चाबी के सिवाय और कुछ नहीं रखता, सब कुछ दे देता हूँ, है ना. बाबा कहता है लेकिन आपकी पात्र कितना है उतना आप ले पाते हो. इसलिए हमको ऐसा बच्चा बनना है जो हम बाबा के फोटोकॉपी लगे. कैसे बच्चा बनना है हमको? बाबा के फोटोकॉपी लगे हम. ബാബ പറയാറുണ്ട്, ബാബയുടെ കയ്യിൽ ഒന്നും വെക്കുന്നില്ല, ആകെ ഒരു കാര്യം മാത്രമേ വെക്കുന്നുള്ളൂ, ദിവ്യ ദൃഷ്ടിയുടെ താക്കോല് മാത്രം. ബാക്കി എല്ലാം എല്ലാം തന്നെ ബാബ കുട്ടികൾക്ക് തരികയാണ്. അപ്പോൾ കുട്ടികൾ ബാബയിൽ നിന്നും അതായത് എല്ലാം മുഴുവനും നമ്മൾ പലർക്കും സ്വീകരിക്കാൻ പറ്റാറില്ലെങ്കിലും ശരി, ബാബ പറയാ സ്വീകരിച്ച് ബാബ എങ്ങനെയാണോ അതേപോലെ ബാബയുടെ ഫോട്ടോ കോപ്പി ആയിട്ട് നമ്മൾ മാറണം. तीसरा संबंध है टीचर का. तीसरा कौन सा संबंध है? टीचर. മൂന്നാമത്തേതാണ് ടീച്ചറിന്റെ ബന്ധം. परम शिक्षक है बाबा, हमारा शिक्षक, सुप्रीम टीचर. बाबा क्या है? हमारा सुप्रीम टीचर है. ബാബ നമ്മുടെ പരമശിക്ഷകൻ, അതായത് സുപ്രീം ടീച്ചറാണ്. बाबा वंडरफुल टीचर है. नोन टू अननोन ले जाता है बाबा. कैसे ले जाता है? जो हमें पता है उसको समझाकर, जो हमें पता नहीं है वो समझाता है. जैसे शरीर का वस्त्र है, वस्त्र धारण करने वाले तुम हो, वैसे ये शरीर वस्त्र है, तुम आत्मा हो. नोन जो पता है उसके द्वारा अननोन को बाबा समझाता है.
അപ്പൊ ബാബ നമുക്ക് അങ്ങനെയുള്ള ശിക്ഷണമാണ് തരുന്നത്. അതായത് നമുക്കറിയാം, ഇതുപോലെ നമ്മളെ ശരീരത്തിനെ കുറിച്ച് നമുക്കറിയാം, പക്ഷെ നമുക്ക് ആത്മാവിനെ കുറിച്ച് അറിഞ്ഞുകൂടായിരുന്നു. അപ്പൊ അറിവുള്ളതും നമുക്ക് അറിവില്ലാത്തതും, അതായത് ആത്മാവിനെ കുറിച്ചും അറിവുള്ളതും അറിഞ്ഞതും അറിയാത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും ബാബ നമുക്കിപ്പോ മനസ്സിലാക്കി തരികയാണ്. इसमें याद रखना है सच्चे दिल पर साहेब राजी. शिव बाबा को और कुछ नहीं चाहिए, आपका सच्चा दिल चाहिए. अगर दिल सच्चा है तो बाबा सब कुछ दे देगा, सब कुछ. സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, സത്യമായ മനസ്സ് എവിടെയുണ്ടോ അവിടെ ഭഗവാൻ ഈശ്വരൻ സന്തുഷ്ടനാണ് എന്ന് പറയാറുണ്ട്. ഹിന്ദിയിൽ നമ്മൾ കേട്ടിട്ടുണ്ട് മുരളിയിൽ, സച്ചേ ദിൽ പർ സാഹിബ് രാജി എന്ന്. അപ്പൊ ബാബയുടെ അടുത്ത് എപ്പോഴും സത്യസന്ധരായിരിക്കണം, പൂർണ്ണമായും ഒന്നും ബാബയുടെ അടുത്ത് മറച്ചു വെക്കാതെ പൂർണ്ണമായും സത്യസന്ധരായിട്ടിരിക്കണം. सत्य का साक्षात्कार कराता है बाबा, केवल समझाता नहीं है, सत्य का साक्षात्कार कराता है बाबा. സത്യമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ബാബ മനസ്സിലാക്കി തരിക മാത്രമല്ല ചെയ്യുന്നത്, സത്യമായിട്ടുള്ളതിന്റെ സാക്ഷാത്കാരവും കൂടി ബാബ നമുക്ക് ചെയ്യിച്ചു തരികയാണ്. लौकिक में देखिए, कैसे भी स्टूडेंट हो, टीचर इनकार नहीं करता सिखाने से, है ना. टीचर स्टूडेंट कैसे भी हो, उनको अपने से जितना हो सकता है, ऐसे बाबा भी तुम जो हो जैसे हो मेरे हो. बाबा ने क्या किया, टीचर के रूप में हमें एक्सेप्ट किया, स्वीकार किया, तुम जो हो जैसे हो मेरे हो. ഇതുപോലെ ലൗകികത്തില് ഒരു ടീച്ചറും ഒരു കുട്ടിയെയും ഞാൻ പഠിപ്പിക്കില്ല, ഇവരെന്നെ കൊണ്ട് പഠിപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു വിടാറില്ല. അപ്പൊ അതേപോലെ ബാബ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ എങ്ങനെയാണോ ഏതുപോലെയാണോ അതേപോലെ എന്റെ കുട്ടികളാണ്. നമ്മൾ എങ്ങനെയാണോ അതേപോലെ ബാബ നമ്മളെ ആക്സെപ്റ്റ് ചെയ്ത് നമ്മളെ പഠിപ്പിക്കുക. प्यार से समझाने वाला विशेष टीचर है हमारा शिव बाबा. വളരെ സ്നേഹത്തോടെ പഠിപ്പിച്ചു തരുന്ന വിശേഷ ടീച്ചറാണ് ശിവബാബ. मीठे बच्चे, सिकिलदे बच्चे, लाडले बच्चे, प्यारे बच्चे, बाबा ने कभी कट्टे बच्चे कड़वे बच्चे कहा नहीं. ബാബ എത്ര സ്നേഹത്തോടെ എത്ര നല്ല നല്ല ശബ്ദങ്ങൾ വിളിച്ചിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നതെന്ന്. അതായത് മധുരമായ കുട്ടികളെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഓമന കുട്ടികളെ എന്നൊക്കെ വിളിച്ച് ഇത്രയും സ്നേഹത്തിന്റെ ശബ്ദങ്ങളാ വിളിക്കുന്നു. ഒരിക്കലും കയ്പുള്ള കുട്ടികളെ അല്ലെങ്കിൽ മോശമായ കുട്ടികളെ എന്നൊന്നും പറഞ്ഞ് ബാബ നമ്മളെ സംബോധന ചെയ്യാറില്ല. एक नामी इकोनॉमी कम खर्चा बालानशी, ये सिखाने वाला हमारा टीचर है. അതായത് ബാബ നമ്മളെ കുറഞ്ഞ ചിലവിൽ കൂടുതൽ, കുറച്ച് ചെലവിൽ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ, ബാബ അതിൽ ഹിന്ദിയിൽ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്, കം ഖർച്ച ബാലാനഷീൻ, കുറഞ്ഞ ചിലവിൽ കൂടുതൽ നേട്ടം ഉണ്ടാക്കുക. ആ രീതിയിലുള്ള കാര്യങ്ങൾ ബാബ നമ്മളെ പഠിപ്പിക്കുകയാണ്. हम इसकी और गहराई में और जाएंगे. चौथा है हमारा दोस्त. बाबा हमारा क्या है? दोस्त. നാലാമത്തെ ബന്ധമാണ് സുഹൃത്ത്, കൂട്ടുകാരൻ. क्या बोलते हैं? सुहृद. സുഹൃത്ത്. वाह, ये भगवद गीता का शब्द है, सुहृद. सुहृदम, सुहृद का अर्थ होता है भगवद गीता में फलापेक्षा नहीं रखने वाला. सुहृद का अर्थ है संस्कृत का किसी से आपसे कोई इच्छा नहीं रखने वाला. भगवान की महिमा है एक स्पेशल सुहृद, सुहृदम. ये बहुत सुंदर महिमा है. आपने बहुत अच्छा शब्द है, आज के मैं याद रखूंगी. मलयालम में सुहृदम बोलते हैं. സുഹൃതം नहीं സുഹൃത്ത്. सुकृत. ओके, थोड़ा सा डिफरेंस. അപ്പൊ ഭഗവത്ഗീതയില് ഭഗവാനെ കുറിച്ച് വളരെ നല്ല മഹിമയുണ്ട് എന്ന് പറയാണ്, സുഹൃതം എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ഒരു ഇച്ഛയും ഒരു ആഗ്രഹവും തിരിച്ചിങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാത്തവൻ എന്നുള്ള രീതിയില്. ऐसा दोस्त है बाबा, सुहृद. कोई आपसे इच्छाएं नहीं रखता. അങ്ങനെയുള്ള സുഹൃത്താണ് ശിവബാബ നമ്മുടെ. ശിവബാബ ബാബയ്ക്ക്, അതായത് ഇങ്ങോട്ടായിട്ട് ബാബ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. लौकिक में कहते हैं फ्रेंड इन नीड इज अ फ्रेंड इन डीड. इसका मतलब है जो समय पर काम आता है वही सच्चा दोस्त है. സാധാരണ നമ്മള് ലൗകികത്തിലും പറയില്ലേ, സമയത്തിനനുസരിച്ച് ഉപകാരം, അതായത് നമ്മളെ സഹായിക്കുന്നവൻ, നമുക്ക് ഉപകാരപ്പെടുന്നവരാണ് ശരിയായ സുഹൃത്ത് എന്ന് പറയാറുണ്ട്. सच में हमारे समय पर कौन काम आता है? ശരിക്കും നമുക്ക് നമ്മുടെ ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഉപകാരപ്പെടുന്ന സുഹൃത്താരാണ്? कौन आता है? बाबा ही आता है ना. और दुनिया में खुदा दोस्त की कहानियां बहुत फेमस है. और कन्नड़ में मैं समझती हूँ, मलयाली में भी होगी, गोपाल मेरा दोस्त, वो भी कहानियां बहुत फेमस है ना.
खुदा दोस्त की कहानियां, गोपाल मेरा दोस्त है वो कहानियां, भक्ति मार्ग में भी भगवान को दोस्त बनाकर बहुत बहुत कुछ पाया है। आप सभी को पता है खुदा दोस्त की कहानी? ഖുദാദോസ്ത് എന്ന് പറഞ്ഞൊരു, അതായത് ഈശ്വരനായ കൂട്ടുകാരൻ എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. ആ കഥയെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ, കേട്ടിട്ടുണ്ടോ എന്ന്? मैं शाम को सुनाऊंगी, अभी ये टॉपिक पूरा कर देंगे, ठीक है? खुदा दोस्त की कहानी बाद में सुनाऊंगी मैं आपको, ठीक है? और इम्पोर्टेंट क्या है, ऐसा दोस्त है हमारा, अपने से आगे बढ़ाने वाले बाबा, अपने से ऊंचा बनाने वाले बाबा, ये दोस्त होता है। खुद पर्दे के पीछे रह जाता है और हमको प्रत्यक्ष कर देता है। അപ്പൊ അങ്ങനെയുള്ള സുഹൃത്താണ് ബാബ. അതായത് ബാബയെക്കാളും നമ്മളെ മുന്നോട്ട് ഉയർത്തുന്ന, ബാബയെക്കാളും നമ്മളെ മുന്നിൽ വെക്കുന്ന അങ്ങനെയുള്ള ഏറ്റവും നല്ല സുഹൃത്താണ് ബാബ. बाबा को दोस्त बनाएंगे तो बाबा तो कोई सीक्रेट नहीं रखता, हमें भी बाबा के साथ कोई सीक्रेट नहीं रखना है, सब कुछ बताना है। ओपननेस चाहिए बाबा को, खुदा दोस्त के रिलेशन में, संबंध में हमको ओपन रहना है, कुछ छुपाना नहीं है। बाबा को छुपाने वाले अच्छे नहीं लगते, बाबा को जो सब कुछ सच्चा सच्चा बताते वही अच्छे लगते। तो दोस्त के संबंध में हमारे अंदर कौन सी विशेषता होनी चाहिए? ओपननेस, खुले रहना। അതായത് പറയാണ്, ബാബ നമ്മളിൽ നിന്ന് ഒന്നും മറച്ചു വെക്കാറില്ല. അപ്പൊ നമ്മളും ബാബയുടെ അടുത്ത് ഒന്നും മറച്ചു വെക്കാൻ പാടില്ല. അപ്പം സുഹൃത് ബന്ധം നല്ലതാവുന്നത് എപ്പോഴാണോ അപ്പോഴാണ്. അതായത് തുറന്ന മനസ്സ്, ഒന്നും മറച്ചു വെക്കാതെ തുറന്ന മനസ്സോടുകൂടിയുള്ള ബന്ധത്തിലാണ് നല്ല സൗഹൃദം എന്ന് പറയാം. अब पांचवा संबंध है साजन का। അഞ്ചാമത്തേതാണ് സാജൻ. सभी ने साजन का अनुभव किया है बाबा के साथ? എല്ലാവരും ബാബയുമായിട്ട് സാജന്റെ അനുഭവം ചെയ്തിട്ടുണ്ടോ? ऐसा साजन है केवल प्यार करता नहीं है, प्यार निभाता है। അപ്പം അങ്ങനെയുള്ള സാജനാണ്. ആ സാജൻ നമ്മള് സ്നേഹം തരിക മാത്രമല്ല, അത് ബാബ അങ്ങനെ പ്രകടിപ്പിക്കുന്നുണ്ട് ഓരോ കാര്യത്തിലും. दुनिया में प्यार करने वाले निभाने वाले कोई नहीं है। പ്യാർ കരണേ വാലേ निभाने वाले नहीं है। ലോകത്തില് സ്നേഹിക്കുന്നവരാണ്. ആ സ്നേഹത്തെ അതേപോലെ പാലിച്ചുകൊണ്ട് പോകുന്നവര് ലോകത്തിൽ കുറവാണ്. आजकल हम देख रहे हैं ना, पहले क्या होता था, अपने प्यार को खुश देखने के लिए कुछ भी त्याग कर देते थे, लेकिन आजकल प्यार को पाने के लिए दूसरे को मार भी देते हैं। ऐसा इसको कहेंगे शैतानी प्यार। क्या प्यार है ये? शैतानी प्यार। बाबा का है बहुत सुंदर अलौकिक प्यार, दैविक प्यार, ईश्वरीय प्यार। അപ്പൊ ഇതുപോലെ ഇന്ന് പണ്ട് ആരോടാണോ സ്നേഹമുള്ളത് അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുമായിരുന്നു. ഇന്ന് സ്നേഹം നേടാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മനുഷ്യൻ തയ്യാറായിരിക്കുകയാണ്. അതായത് ഇന്നത്തെ സ്നേഹം എന്ന് പറയുന്ന ഒരു തരം പറയില്ലേ, പൈശാചികമായ അല്ലെങ്കിൽ ആസുരീയമായിട്ടുള്ള സ്നേഹമാണ്. ബാബ നമുക്ക് തരുന്നത് അത്രയും നിസ്വാർത്ഥമായ, അത്രയും ശുദ്ധമായിട്ടുള്ള സ്നേഹമാണ് ബാബയിൽ നിന്നും കിട്ടുന്നത്. तुम्ही संग बैठूं, तुम्ही संग खाऊं, तुम्ही से बातें करूं, तुमको ही देखती रहूं, ये है बाबा के प्यार को निभाना। बस उसी से बातें करना। किसी से बातें करना अच्छा नहीं लगता, किसी को देखना अच्छा नहीं लगता, किसी की बातें सुनना अच्छा नहीं लगता। बस बाबा की मुरली सुने, बाबा की बातें सुने, बाबा के राह पर चले, बाबा के हाथ पकड़ कर रहे, ये है साजन के साथ निभाना। അപ്പം ബാബ സാജൻ, ആ സാജനുമായിട്ടുള്ള സ്നേഹം, ബന്ധം നിലനിർത്തുന്നതിന് ഏറ്റവും നല്ല കാര്യം ഇതാണ്. അതായത് നിന്റെ കൂടെ ഇരിക്കൂ, നിന്റെ കൂടെ കഴിക്കൂ, നിന്നോടെ സംസാരിക്കൂ, നിന്നെ മാത്രമേ നോക്കൂ, എല്ലാം ബാബയുമായിട്ട് മാത്രം. അപ്പൊ അങ്ങനെ ആകുമ്പം ലോകത്തില് മറ്റു കാര്യങ്ങൾ കേൾക്കാനോ കാണാനോ ഒന്നും നമുക്ക് യാതൊരു താല്പര്യവും ഉണ്ടായിരിക്കില്ല. അപ്പൊ സാജനുമായിട്ടുള്ള സത്യമായ സ്നേഹം പാലിക്കുന്നതിന്റെ ശരിയായിട്ടുള്ള വിധി, വഴി എന്ന് പറയുന്നത് ഇതാണ്, എല്ലാം ബാബയുമായിട്ട്. ये जरूरत का प्यार नहीं है, ये दिल का प्यार है। कौन सा प्यार है? हाँ, ബാബയുമായിട്ടുള്ളത് മനസ്സിന്റെ ഉള്ളിൽ നിന്നും വരുന്ന സ്നേഹമാണ്. അല്ലാണ്ട് ആവശ്യമുള്ളപ്പോ മാത്രം സ്നേഹം കാണിക്കുക, അല്ലാത്തപ്പോ സ്നേഹമില്ല, അങ്ങനെയല്ല. ഉള്ളിന്റെ ഉള്ളിൽ നിന്നും വരുന്ന സ്നേഹമാണ്. बाबा का साजन का प्यार इतना स्ट्रॉन्ग है, बाबा हमें एकव्रता बना देता है। क्या बना देता है? एकव्रता। केवल पतिव्रता नहीं, एकव्रता, एक के सिवा कुछ भी नहीं।
അതായത് ബാബ നമ്മളെ, അതായത് സാധാരണ ലൗകികത്തിൽ പതിവ്രത എന്നാണ് പറയുക. ഇപ്പൊ ബാബ അത് നമ്മളെ അതല്ല പഠിപ്പിക്കുന്ന ഏകവ്രത, അതായത് ഒന്ന് മാത്രം, ഒന്നില് മാത്രമാണ്, ബാബയിൽ മാത്രമാണ് എന്റെ മുഴുവൻ ലോകവും. അങ്ങനെയുള്ള സ്നേഹമാണ് ബാബ നമ്മളുമായിട്ട് വെക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വെക്കേണ്ടത്. हम बाप के बाप हमारे, आंखों पर बिठा के ले जाता है बाबा हमें. कैसे ले जाता है? इतना प्यार है. लौकिक में प्रेमी को ले जाने के लिए हेलीकॉप्टर ले आते हैं, जेट पर ले जाते हैं. हमारा बाबा कहाँ बिठा के ले जाता है हमें? आंखों पर बिठा के. അപ്പം ലൗകികത്തിലെ സ്നേഹം ഉള്ളവര് നമ്മളെ ഹെലികോപ്റ്ററിലും വിമാനത്തിലും ഒക്കെ ഇരുത്തിയിട്ട് കൊണ്ടുപോകുന്നത്. ബാബ നമ്മളെ എങ്ങനെ ഇരുത്തിയാ കൊണ്ടുപോകുന്നതെന്ന്, ബാബ നമ്മളെ തന്റെ കണ്ണുകളിൽ ഇരുത്തിയിട്ടാണ് കൊണ്ടുപോകുന്നത്. और बाबा हमारा कंपेनियन है. बाबा को हमारे ऊपर ट्रस्ट है, हमें बाबा के ऊपर विश्वास है. ये क्या है ना, एक तरफा प्यार नहीं है. भक्ति मार्ग में भी हमने भगवान से प्यार किया, लेकिन वो एक तरफा था. अभी एक तरफा नहीं है. बाबा हमसे ज्यादा प्यार करता. कौन ज्यादा प्यार करता? हम करते हैं, वो करता है. ബാബയ്ക്ക് നമ്മളോടും സ്നേഹമുണ്ട്, നമുക്കും ബാബയോട് അത്രയും ശുദ്ധമായ ആത്മാർത്ഥമായ സ്നേഹമുണ്ട്. ഭക്തിയില് ഒരു ഭാഗത്തേക്ക്, ഒരു സൈഡിലേക്ക് മാത്രമുള്ള സ്നേഹമാണ്. അപ്പൊ ഇവിടെ ദീദി ചോദിക്കുകയാണ്, ഇപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന്, ഒരു ഭാഗത്ത് മാത്രമാണോ സ്നേഹം, അതോ ബാബയ്ക്കും നമുക്ക് സ്നേഹമുണ്ട്? ആരുടെ സ്നേഹമാണ് ഏറ്റവും കൂടുതൽ, നമ്മുടെ സ്നേഹമോ ബാബയുടെ സ്നേഹമോ എന്ന്? ठीक है, ऐसा प्यार निभाएंगे ना, बाबा भी निभा देता है और हम भी बाबा से प्यार निभाएंगे. अंतिम सांस तक एकरूपता बन के रहेंगे. അപ്പൊ ബാബ തന്റെ സ്നേഹത്തിന്റെ ആ ബന്ധത്തെ പാലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പൊ നമ്മളും അവസാന സമയം വരെ, അവസാനം വരെ ആ സ്നേഹത്തിന്റെ ബന്ധത്തെ പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. छठा है सदगुरु. सदगुरु नहीं, उससे पहले बेटा. उससे पहले बाबा क्या है? हमारा बेटा है. ആറാമത്തതാണ് ബാബ നമ്മുടെ മകനാണ്, കുട്ടിയാണ്. हाँ, बेटा बनाने के लिए बेटा बेटी कुछ भी बनाओ. ऐसे नहीं कि बेटा ही बनाना, बच्चा बनाना है. बाबा को क्या बनाना है? अपना बच्चा बनाना है. മകനോ മകളോ ആര് വേണമെങ്കിലും ആക്കാം, പക്ഷെ തന്റെ കുട്ടിയാക്കുക നമ്മുടെ ഇഷ്ടമാണ്. आप सभी ने बाबा को बच्चा बनाया है? എല്ലാവരും ബാബയെ തന്റെ കുട്ടിയാക്കിയോ? पहला बच्चा बनाया है या लास्ट छोटा बच्चा बनाया है? ആദ്യത്തെ കുട്ടിയാണോ അതോ ഏറ്റവും ചെറിയ കുട്ടിയാണോ? മൂത്ത മകനാണോ, അതായത് മൂത്ത കുട്ടിയാണോ ഇളയ കുട്ടിയാണോ എന്ന്? पहला नहीं, बाबा को छोटा बच्चा बनाना. क्यों पता है? छोटे बच्चे की हर बात मानी जाती है. और घर में जब प्रॉपर्टी डिवाइड होता है तो पहले लेने का हक छोटे बच्चे का होता है. तो पहले हक किसका होना चाहिए? शिव बाबा का. അപ്പൊ പറയാണ്, അതായത് ബാബ പറയുന്നത് ബാബയെ കൊച്ചുകുട്ടിയാക്കിയാൽ മതിയെന്ന്. കാരണം കൊച്ചുകുട്ടിയുടെ എല്ലാ വാശിയും എല്ലാ ആഗ്രഹങ്ങളും നടത്തി കൊടുക്കും. അതേപോലെ കൂടുതൽ അധികാരം അവകാശവും കൊടുക്കുക ഏറ്റവും ഇളയ കുട്ടിക്കാണ്. तो बच्चा बनाने से बाबा के प्रति समर्पण भाव बढ़ता है. क्या बढ़ता है? समर्पण भाव. കുട്ടിയാക്കുന്നതിലൂടെ നമുക്ക് സമർപ്പണ ഭാവം, ബാബയുടെ മുന്നിൽ സമർപ്പണ ഭാവം ഉണ്ടാവും. उससे क्या होगा? जैसा कर्म मैं करूंगा मुझे देख और करेंगे. यहाँ रखना, याद रखना है. जैसा कर्म मैं करूंगा मुझे देख और करेंगे. അപ്പൊ ഇതില് എപ്പോഴും ഓർമ്മ വെക്കുക, എങ്ങനെയുള്ള കർമ്മം ഞാൻ ചെയ്യുന്നോ എന്നെ നോക്കി മറ്റുള്ളവരും ചെയ്യും, അല്ലെങ്കിൽ എല്ലാവരും ചെയ്യും. ഇതെപ്പോഴും ഓർമ്മ വെക്കുക. और इसमें क्या धारणा चाहिए? जो कुछ मेरा है सब कुछ तेरा है. അപ്പൊ അതില് ഈ പോയിന്റാണ് ധാരണ ചെയ്യേണ്ടത്. എന്റേതായിട്ട് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നിന്റേതുമാണ്. निस्वार्थ प्यार चाहिए. ബാബയോട് നിസ്വാർത്ഥ, അതായത് കുട്ടിയോട് നിസ്വാർത്ഥ സ്നേഹം ഉണ്ടായിരിക്കണം. बाबा क्या कहते हैं? मुझे अपना वारिस बनाओ तो तुम वारिस क्वालिटी की आत्मा बन जाओगे. ബാബ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ടോ അതിന്റെ അവകാശിയാക്കുകയാണെങ്കിൽ നിങ്ങളും ഭാവിയില് അവകാശികളായിട്ട് മാറും, ഭാവിയിലെ അവകാശികളായി മാറും. और देखो, जब हम बाबा को बच्चा बनाते हैं ना, तो हम बाबा के लिए समय निकाल पाते हैं. आप सोचो, आपको 2 बच्चे हैं, वो 2 बच्चों के लिए भी आप समय निकालते हैं ना. ऐसे बाबा को भी बच्चा बना लोगे तो बाबा के लिए भी समय निकाल लोगे. कभी ये नहीं कहोगे कि मेरे पास बाबा को याद करने की, बाबा की सेवा करने का समय नहीं है. नहीं कहेंगे, क्योंकि बाबा भी आपका बच्चा है, तो आपका फर्ज है बाबा को भी समय देना.
അപ്പൊ ഇതുപോലെ ബാബ കുട്ടി എന്ന് പറയുമ്പോൾ കുട്ടിക്ക് വേണ്ടി സമയം മാറ്റിവെക്കണം. അപ്പൊ ഇതുപോലെ ലൗകികത്തിൽ നിങ്ങൾക്ക് 2 കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളുടെ കാര്യത്തിന് വേണ്ടി നിങ്ങൾ സമയം മാറ്റിവെക്കാറില്ലേ എന്ന്. അപ്പൊ അതേപോലെ ബാബയെ കുട്ടിയാക്കിയെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടിയും, അതായത് ബാബയ്ക്ക് വേണ്ടിയും സമയം മാറ്റിവെക്കണം. അപ്പൊ അങ്ങനെ ആവുമ്പോ ഇങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല എനിക്ക് സേവനം ചെയ്യാൻ അല്ലെങ്കിൽ യോഗം ചെയ്യാൻ ക്ലാസ്സിൽ വരാൻ സമയമില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം കുട്ടിയാണ്, അപ്പൊ കുട്ടിക്ക് വേണ്ടി സമയം മാറ്റിവെക്കേണ്ടത് അത്യാവശ്യമാണ്. हम सोचते हैं कई बार, क्या सोचते पता है, हम जब यंग थे तो हमने बहुत सेवा किया, हम बूढ़े हो गए नहीं कर सकते. लेकिन हमारे पास एक भाई था, अभी भी है, वो बूढ़ा हो गया है, कहता दीदी अब मैं भाग दौड़ नहीं कर सकता हूँ. मैं कहती हूँ कोई बात नहीं, हम सभी बाहर जाते तो सेंटर में आके बैठो ना दरवाजा खोल के, ये भी तो एक सेवा है ना. ये तो समय दो, बहनें सभी बाहर जा रही है, सेंटर खोल के बैठो, सभी योग में आएंगे बैठेंगे, उनको बिठाओ, ये भी तो सेवा है. ऐसे नहीं सोचना हर एक के लिए बाबा के घर में सेवा है. बस क्या है, इतना समर्पण भाव चाहिए हमको. ഇപ്പൊ ചിലര് പറയുമെന്ന്, അതായത് ഇത്രയും നാളൊക്കെ സേവനം ചെയ്തു, ഇപ്പൊ ഞങ്ങൾ പ്രായമായി, പണ്ടത്തെ പോലെ ഓടി നടന്ന് ഞങ്ങൾക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ള സേവനങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, അപ്പൊ എന്താ ചെയ്യാ എന്ന് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അപ്പൊ ദീദി പറയാണ്, അവിടെ സെന്ററിൽ ഒരു ഭായി ഉണ്ടെന്ന്, അദ്ദേഹം പണ്ട് നല്ല സേവനം ചെയ്തിരുന്നു, ഇപ്പൊ പ്രായമായി, അപ്പൊ ആള് പറയുന്നു എനിക്കിപ്പോ പണ്ടത്തെ പോലെ ഓടി നടന്നൊന്നും ചെയ്യാൻ പറ്റില്ല, എന്താ ചെയ്യാന്ന്. അപ്പൊ പറയുമായിരുന്നു ദീദി, അതായത് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾ പുറത്ത് സേവനത്തിന് പോകുമ്പോൾ സെന്ററിൽ വന്നിരിക്കൂ. അപ്പൊ സെന്ററിൽ വന്നിരിക്കുമ്പോൾ സെന്ററിൽ ആൾക്കാർ യോഗത്തിന് വരും അല്ലെങ്കിൽ ക്ലാസ്സിൽ വരും. അപ്പൊ അവർക്ക് സെന്ററിൽ ഇരിക്കുമ്പോൾ സെന്റർ തുറന്നു വെക്കാലോ. അപ്പൊ അതും ഒരു സേവനമാണ്. അപ്പൊ ഒരിക്കലും ഇങ്ങനെ വിചാരിക്കരുത്, അതായത് എനിക്ക് പ്രായമായി എനിക്കിനി പറ്റില്ല. അപ്പൊ വേണമെന്ന് മനസ്സുണ്ടെങ്കിൽ സേവനം, ഒരുപാട് സേവനങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതിനുവേണ്ടിയും സമയം നമ്മൾ, അതായത് കുട്ടിയാണ് ബാബ, അതിനുവേണ്ടി മാറ്റിവെക്കണം. बाबा को बेटा बनाओगे या बच्चा बनाओगे तो आपका फ्यूचर सिक्योर हो जाएगा, सुरक्षित हो जाएगा. ബാബയെ തന്റെ കുട്ടിയാക്കുകയാണെങ്കിൽ നമ്മുടെ ഭാവി സുരക്ഷിതമാവും. और लास्ट 7वां संबंध है सदगुरु का. 7ാമത്തേതാണ് സദ്ഗുരുവിന്റെ ബന്ധം. इस संबंध में चाहिए ईमानदारी और वफादारी. क्या चाहिए सदगुरु के संबंध में? ईमानदारी और वफादारी. സദ്ഗുരുവിന്റെ സംബന്ധത്തില് വിശ്വസ്തത വളരെ അത്യാവശ്യമാണ്. और चाहिए जहाँ बिठाए जो खिलाए, है ना. बाबा जहाँ रखेगा, जैसे रखेगा, जो खिलाएगा. कई बार हम सोचते हैं बाबा के घर में प्रसाद खाते समय भी, ये आज टेस्ट नहीं है, ये प्रसाद है, ये 5 स्टार होटल का खाना नहीं है ना. बाबा जो खिलाए उसको श्रद्धा से खाओ, उसका क्वालिटी नहीं देखने जाओ. हम सोचते हमने प्रसाद बनवाया लेकिन इसकी क्वालिटी कम पड़ गई. अरे प्रसाद को एक बार भगवान को अर्पित हो गया वो तो प्रसाद बन गया, वो अपने आप क्वालिटी हो गई उसकी. उसमें कितनी भी सामान डला हो, कैसा भी हो, लेकिन भगवान को अर्पण करने से उसके जो वाइब्रेशन बदल जाते हैं, वो आपको हजारों रुपया देने से भी 5 स्टार में भी नहीं मिलेगा. इसीलिए जहां बिठाए, जो खिलाए, जैसे खिलाए, वो बाबा सदगुरु है. सदगुरु के संबंध में ये स्लोगन याद रखना बहुत जरूरी है. അപ്പൊ സദ്ഗുരുവിന്റെ ബന്ധത്തില് ആദ്യമേ പറഞ്ഞതായത് ബാബ എന്ത് തരുന്നോ, എവിടെ ഇരുത്തുന്നോ, എങ്ങനെ ഇരുത്തുന്നോ അവിടെ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് പ്രസാദമാണ്. ഇങ്ങനെയല്ല ഇതിന് ഒരു ടേസ്റ്റ് ഇല്ല, ഇതിനു കൊള്ളാം, അങ്ങനെയല്ല, ഒന്ന് കൊള്ളില്ല എന്ന് പറഞ്ഞുകൊണ്ട് കളയുക അല്ല, അത് പ്രസാദമാണ്. അതായത് പ്രസാദം എന്ന് പറയുമ്പോൾ അതിന് അത്രയും മഹത്വമുണ്ട്. ബാബയ്ക്ക് ഭോഗം അർപ്പിച്ചതാണ്. അപ്പൊ ചിലര് പറയുമെന്ന്, അതായത് ഞാൻ വിചാരിച്ചത്ര ക്വാളിറ്റി ഒന്നും ഇന്നത്തെ പ്രസാദത്തിന്, ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനത്തെ ക്വാളിറ്റി ഉള്ള ഭോഗമല്ല അല്ലെങ്കിൽ പ്രസാദമല്ല, ഇത് ഞാൻ ഉദ്ദേശിച്ച അത്രയും ആ ഒരു ക്വാളിറ്റി ഇല്ല എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പൊ പറയാണ്, അതായത് സാധനം എന്താണ് എന്നുള്ളതല്ല, അത് ആർക്ക് അർപ്പിച്ചതിന് ശേഷമാണ്, അത് ആർക്കാണ് അർപ്പിച്ചത് എന്നുള്ളതാണ്. എന്ത് സാധനമായിരുന്നാലും അത് ബാബയ്ക്ക് ഭോഗം അർപ്പിച്ചു കഴിയുമ്പം സ്വാഭാവികമായിട്ടും അതിൽ ആ ഒരു മഹത്വം, ആ ഒരു ക്വാളിറ്റി അത് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അത് എന്തായിരുന്നാലും ശരി. അപ്പൊ അത് നമ്മൾ സ്വീകരിക്കുമ്പോൾ ആ ഒരു ഭാവനയിലായിരിക്കണം, അതായത് ഭഗവാന് ഭോഗം അർപ്പിച്ചതാണ്, ഇത് അത്രയും ക്വാളിറ്റി ഉള്ളതാണ്.
എന്നുള്ള ബോധത്തിൽ വേണം നമ്മളത് സ്വീകരിക്കേണ്ടത്. അപ്പൊ അതിനെ പറയുന്നത് സദ്ഗുരുവിന്റെ ബന്ധത്തില് ഈ ശ്ലോകം എപ്പോഴും ഓർമ്മിക്കുക. എവിടെ ഇരുത്തുന്നോ അവിടെ ഇരിക്കും, എന്ത് തരുന്നോ അത് കഴിക്കും, അത് ധരിക്കും. ആ ശ്ലോകം എപ്പോഴും ഓർമ്മ വെക്കുക. इम्पोर्टेंट क्या है, सदगुरु के सामने हमने ब्रह्मा बाबा की जीवन कथा सुनी होगी। सदगुरु ने बुलाया तो घर में बच्चे का नामकरण था, छोड़ के चले गए थे ब्रह्मा बाबा। ये लोग की ब्रह्मा बाबा की जीवन हिस्ट्री में हम सुनते हैं। तो सदगुरु का बुलावा माना काल का बुलावा मानते, मृत्यु का बुलावा। इसलिए बाबा ने हमें बुलाया है, बाबा ने हमें योग्य समझा है, बाबा ने अपना बनाया है। तो बाबा जो कहेगा हम करने के लिए तैयार रहे, आनाकानी ना करें। अगर हमें नहीं आता है तो हम बाबा को बोले, वो सिखाएगा, वो चलाएगा, लेकिन हाँ तो बोले पहले। ഇപ്പൊ ബാബ എന്തു പറയുന്നു, അതായത് സദ്ഗുരുവാണ്, സദ്ഗുരു എന്തു പറയുന്നു അത് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. പറ്റില്ല എന്നുള്ളതല്ല, അറിഞ്ഞുകൂടെങ്കിൽ ബാബ തീർച്ചയായിട്ടും നമ്മളെ അത് പഠിപ്പിക്കും. അപ്പൊ ഇതുപോലെ ബ്രഹ്മ ബാബയെ കുറിച്ച് നമ്മൾ ബാബയുടെ ഹിസ്റ്ററിയിൽ കേട്ടിട്ടുണ്ട്. ബാബ ഒരു പ്രാവശ്യം വീട്ടില് കൊച്ചുമകളുടെ, അതായത് പേരക്കുട്ടിയുടെ ജന്മദിനത്തിന്റെ ഫംഗ്ഷൻ ആയിരുന്നു. അപ്പൊ ഒരു വലിയ പാർട്ടിയൊക്കെ വെച്ചിരുന്നു. അപ്പൊ ആ സമയത്ത് സദ്ഗുരു ബാബയ്ക്ക്, ബ്രഹ്മ ബാബയ്ക്ക് ഗുരുക്കന്മാരുണ്ടായിരുന്നല്ലോ ലൗകികത്തില്. അപ്പൊ ഗുരു വിളിച്ചപ്പോ ഈ പാർട്ടി എല്ലാം വിട്ടിട്ട് പോയി. അപ്പൊ ബാബ പറഞ്ഞിരുന്നത് അങ്ങനെയാണ്, ഗുരുവിന്റെ വിളി വന്നു അർത്ഥം കാലൻ വിളിക്കുന്നതിന്. അപ്പൊ ഒഴിവ് പറയാൻ പറ്റില്ലല്ലോ, കാലൻ വിളിച്ചു കഴിഞ്ഞാൽ ഇത്ര സമയം കഴിഞ്ഞ് വരാന്ന്. കാലൻ വിളിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ബാബ അതായത് ബാബ ചെയ്തിരുന്നത് ആ രീതിയിലാണ്. അപ്പൊ അതേപോലെ ബാബ അതായത് ദീദി പറയാണ്, നമ്മളും അങ്ങനെ ആയിരിക്കണം. ബാബ എന്ത് പറയുന്നോ ബാബയുടെ അത് നമ്മളെ ചെയ്യാൻ, അറിഞ്ഞുകൂടെങ്കിലും ശരി നമ്മൾ ചെയ്യാൻ തയ്യാറായാൽ ബാബ നമ്മളെ തീർച്ചയായിട്ടും അത് പഠിപ്പിക്കും, അതിനുള്ള ശക്തി തരും. पहले क्या चाहिए, पहले हाँ करने की ताकत चाहिए। सदगुरु के संबंध में बाबा जो भी कहे, जी हाँ बाबा करेंगे बाबा, तो जिसने कहा है वो करने की ताकत भी देगा, ये पक्का है। ഇപ്പൊ സദ്ഗുരുവിന്റെ ബന്ധത്തില് ബാബ എന്ത് പറയുന്നോ ആദ്യം നമുക്ക് ഉള്ളില് ശരി ബാബ ചെയ്യാം എന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ ഹാന്ന് പറയുമ്പോ നമുക്കത് അറിഞ്ഞുകൂടെങ്കിലും ശരി ബാബ നമുക്ക് അതിനുള്ള ശക്തിയും അറിവും തന്ന് നമ്മളെ കൊണ്ട് തീർച്ചയായിട്ടും ചെയ്യിക്കും. അപ്പൊ അതുകൊണ്ട് സദ്ഗുരുവിന്റെ രൂപത്തിൽ ആദ്യം ഹാജി, അതായത് ശരി എന്ന് പറയാനുള്ള ആ ഒരു മാനസികാവസ്ഥ നമുക്ക് വരണം. इसमें याद रखना, हुक्म ही हुक्म चला रहा है, वो चला रहा है, हम चल रहे हैं बस। चलाने वाला कौन है, वो चला रहा है। कभी अभिमान ना आए कि मैं ये कर रहा हूं, वो करा रहा है, हमें प्राप्ति कराने के लिए हमारा उपयोग कर रहा है वो, लेकिन वो हमारा भाग्य बना रहा है। मैं कर रहा हूं ये नहीं। लास्ट में सदगति मिलती है। सदगुरु से क्या मिलती है हमें, सदगति, घर का रास्ता मिलता है सदगुरु से। और वो केवल रास्ता नहीं दिखाता, लेकिन ले जाता है, साथ में ले जाता है। ഇപ്പൊ ഇങ്ങനെ പറയാറുണ്ട്, അതായത് ബാബ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നടത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെയ്യിപ്പിക്കുന്നത് ബാബയാണ്, പക്ഷെ പ്രാപ്തി കിട്ടുന്നത് നമുക്കാണ്. അപ്പൊ ബാബ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ആ ഓർമ്മ എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം. അല്ലാതെ ഞാൻ ചെയ്യുന്നു എന്നുള്ള ബോധമല്ല നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. അപ്പൊ സദ്ഗുരുവായ ബാബ നമുക്ക് വഴി മാത്രമല്ല പറഞ്ഞു തരുന്നത്, നമ്മളെ സദ്ഗതിയിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോവുകയും കൂടിയാണ് ചെയ്യുന്നത്. ऐसे बाबा के साथ आप सोचना, आज जब दोपहर में भोजन के बाद रेस्ट में या बाद में योग करेंगे, तो हम बाबा के साथ आज आप सोचो, आप फिक्स करो, सोमवार को ये संबंध, मंगलवार को ये संबंध, ऐसे भी कर सकते हो। या पूरा हफ्ता, ये हफ्ता पूरा माँ के संबंध का अनुभव करूंगा, ऐसे करके देखो तो आपके अंदर ज्ञान भी बढ़ेगा, अनुभव भी बढ़ेगा, खुशी भी बढ़ेगी, और हमारे अंदर सेवा करने की ताकत भी बहुत बढ़ेगी, बहुत, है ना। कई बार मेरा अनुभव है, लास्ट में मैं आपको सुना के समाप्त कर देती हूँ। बाबा जैसे कहते हैं ना कि दिल से बुलाओ तो मैं हाजिर हो जाता हूं, लेकिन दिल से तब बुला सकते हैं जब दिल उसके पास हो। अगर दिल माया के पास है तो हम कैसे बुला सकते हैं बाबा को, बुलावा पहुंच नहीं सकता। एक बार दूरदर्शन में, कर्नाटका दूरदर्शन चंदना, उसमें मेरा
फोन इन प्रोग्राम था, लाइव प्रोग्राम था। वो डायरेक्टली फोन पूछते, हमको जवाब देना। एक ने, मेरा ऐसे बहुत सार बार हुआ था, मुझे कोई डर नहीं था, मैं बैठी थी। एक ने मुझे प्रश्न पूछा, दीदी आपकी जिंदगी में कोई रस ही नहीं है, सफेद कपड़ा, खाली कपड़ा, कोरा कागज, कुछ नहीं, खाली है आपका जीवन। ये प्रश्न था उसका। क्या जवाब देना? अगर किसी को, अगर आपको क्रिटिसाइज करते तो थोड़ा सा अंदर से हिल जाते हैं ना। मैंने उनसे सामने से, मैंने बाबा को कहा, ये मुझे हिलाना चाहता है, बाबा आप इसको हिला देना। मैंने बाबा को कहा, ठीक है। और मैंने उससे पूछा, तुमने क्या पहन रखा है? उसने बोला, मैंने काला पैंट पहना है और ग्रीन शर्ट पहना है। तो मैंने कहा, बस तेरे पास 2 ही रंग है, मेरे पास है ना 7 रंग है। सफेद में 7 रंग है, सफेद रंग 7 रंग से बनता है, संगीत भी 7 रंगों से बनता है, पता है? तेरे पास केवल 2 रंग है, लेकिन मेरे पास क्या है? 7 रंग है। वो सामने वाला हिल गया और पूरी दूरदर्शन की टीम ताली बजाने लगी। उन्होंने बोला, दीदी आपको, मतलब उसका पूछने का क्या मतलब था? आपको फैमिली नहीं है, आपको रिलेशन नहीं है, मतलब केवल सफेद का वो क्रिटिसाइज नहीं कर रहा था, टोटल ब्रह्मा कुमारी इसका क्रिटिसाइज कर रहा था। लेकिन ऐसे मैंने उसको ज्ञान सुनाया, लेकिन सुनाया किसने बताओ? उस समय मुझे टच किसने कराया? बाबा ने। और बाहर आते ही डायरेक्टर वहां खड़ा मिला मुझे, बोला आपको इतनी ताकत कहाँ आई? नहीं तो गुस्सा आ जाता कोई संस्था को क्रिटिसाइज करता। मैंने कहा, मैं तो माइक थी, माइक तो वो बैठा था, उसको जवाब देना था, उसने दे दिया। ऐसे हमारे पास बहुत सारा अनुभव होता है जब हम बाबा को दिल से, बाबा को साथी मानकर चलते। तो ये सर्व संबंध बाबा को साथी मानकर चले। जब जो जरूरत पड़े, हम अकेले चल रहे हैं तो हम बाबा को दोस्त बनाकर चले, तो बोर नहीं होता। मुझे सब पूछते, अकेले चलते हो बोर नहीं होता? मैं कहती हूँ, क्यों बोर होंगी, मेरे पास तो सदैव 24 आवर्स 24x7 वो है मेरे पास, वो कभी एब्सेंट नहीं होता, कोई बहाना नहीं देता। वो जहां मैं सीट में बैठी हूँ, मेरे बाजू में वो बैठा है, तो मैं बोर नहीं होती। इसलिए हम सभी किसको साथी बना के चलेंगे? मेरे बाबा को, प्यारे बाबा को, मीठे बाबा को और സദ്ഗുരു ബാബ. ഇപ്പൊ പറയാണ് ദീദി, അതായത് ഈ ബന്ധങ്ങള് ഇപ്പൊ നിങ്ങൾ ഇനിയിപ്പോ ഭക്ഷണം കഴിക്കുമ്പോ, അത് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുമ്പോ ഒക്കെ ഏതെങ്കിലും ഇഷ്ടമുള്ള ഓരോ ബന്ധങ്ങള് ദീദി പറയാണ്, തിങ്കളാഴ്ച ഒരു ബന്ധം, ചൊവ്വാഴ്ച ഒരു ബന്ധം, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഒരാഴ്ച ഒരു ബന്ധം, അങ്ങനെ വേണമെങ്കിലും അത് നമ്മുടെ ഓരോരുത്തരുടെയും എങ്ങനെ ചെയ്യണോ അത് ഓരോരുത്തരുടെയും സൗകര്യം, ഇഷ്ടം അനുസരിച്ച് ചെയ്യാമെന്ന് പറയാണ്. അപ്പൊ എല്ലാ ബന്ധങ്ങളും വെച്ച് ബാബയുടെ ആ സ്നേഹം, ബാബയുടെ അതായത് സൗഹൃദം, ഇതെല്ലാം നമ്മൾ അനുഭവം ചെയ്യാം. ദീദി അനുഭവം പറയുകയാണ്, ഇവിടുത്തെ കർണാടകയിലെ ഒരു ദൂരദർശൻ ഒരു ചാനലില് ഈ ഫോണിംഗ് പ്രോഗ്രാം, ഫോൺ വിളിച്ചിട്ട് അപ്പൊ തന്നെ ഉത്തരം പറയുന്ന പ്രോഗ്രാം ഉണ്ടല്ലോ, അത് ഉണ്ടായിരുന്നു. അപ്പൊ ഒരു പ്രാവശ്യം ദീദിയുടെ ആ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഒരാള് ദീദിയുടെ അടുത്ത് ചോദിച്ചു, നിങ്ങളുടെ ജീവിതം എത്ര ബോറാണ്, എന്നും ഈ വെള്ള കളർ സാരി മാത്രം, വേറെ ഒന്നുമില്ല, ഒരു നിറവും ഇല്ല, ആകെ മുരടിച്ച ഒരു ജീവിതം, ഇതെന്താന്നിങ്ങനെ ചോദിച്ചു. അപ്പോ ആ സമയത്ത് ദീദി പറയാണ്, ദീദി മനസ്സുകൊണ്ട് ബാബയോട് പറഞ്ഞു, ബാബ ഞാൻ നിമിത്തമാണ്, നീ എന്താണോ ഉത്തരം നീ കൊടുക്കാൻ പറഞ്ഞു. ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു, ആ ഭായിയോട് ചോദിച്ചു, നിങ്ങൾ ഏത് വേഷമാണ് ധരിച്ചിരിക്കുന്നത്? അപ്പൊ ആള് പറഞ്ഞു, ഞാനൊരു പച്ച കളർ ഷർട്ടും കറുത്ത കളർ പാൻറ്റും ആണെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, നോക്കൂ നിങ്ങളുടെ കയ്യിൽ ആകെ ഈ 2 നിറമുള്ളൂ, ഒരു കറുപ്പും ഒരു പച്ചയും. എന്റെ വെള്ള നിറം എന്ന് പറഞ്ഞു നോക്കൂ, 7 നിറങ്ങളും ചേർന്നിട്ടുള്ളതാണ്. എൻ്റെ കയ്യിൽ 7 നിറങ്ങളും ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ ആകെ 2 നിറമുള്ളൂ, അപ്പൊ ആരാ നല്ലത് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോ കേട്ടുകൊണ്ടിരുന്ന എല്ലാരും കൈയടിച്ചു. അപ്പൊ പ്രോഗ്രാം കഴിഞ്ഞപ്പോ ചോദിച്ച ആള് ഉദ്ദേശിച്ചത്, നിങ്ങളുടെ ജീവിതം എത്ര ഒരു ബന്ധവും ഇല്ല, ഒന്നുമില്ല, എത്ര എന്താ പറയാ, ഒരു മുരടിച്ച ജീവിതം എന്നുള്ള രീതിയിൽ, ഒരു ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് ചോദിച്ചത്. അപ്പൊ ഉത്തരം ഉടനെ തന്നെ ദീദി പറഞ്ഞു. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ആ ദൂരദർശന്റെ ഡയറക്ടർ ചോദിച്ചു, ദീദി ഇത്രയും ധൈര്യമായിട്ട് ഇങ്ങനെ പെട്ടെന്ന് എങ്ങനെ പറഞ്ഞു? കാരണം ഒരാളിങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ ആ ഒരു ഭാവം വെച്ചിട്ട് ചോദിക്കുമ്പോ പെട്ടെന്ന് പൊതുവെ എനിക്കൊന്നും ഉത്തരം പറയാൻ പറ്റാറില്ല. അപ്പൊ ദീദിക്ക് എങ്ങനെ പറ്റിയെന്ന് ചോദിച്ചപ്പോ ദീദി പറഞ്ഞു, ഞാൻ മൈക്കാണ്, മൈറ്റ്
ചെയ്യിപ്പിക്കുന്നവൻ മോളിലാണ്, ബാബ എന്നെ കൊണ്ട് ചെയ്യിച്ചതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്ന്. അപ്പൊ പറയാണ്, അപ്പം എല്ലാ ബന്ധവും, അതായത് 7 ബന്ധങ്ങളും ബാബയുമായിട്ട് വെച്ച് ഓരോരുത്തരും അതിന്റെ അനുഭവം ചെയ്യാം. मन मुक्त हो जाए जग के फसाने से, मन मुक्त हो जाए जग के फसाने से। माँ बन कर तू स्नेह लुटाए, तेरी ममता से मन झुक जाए। पिता बन कर तू राह दिखाए, तेरी छाया